സ്ത്രീ എന്നുള്ള നിലയിൽ എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ. സിത്താരയെ പറ്റി സാറാ ജോസഫ് പറഞ്ഞത് അതിശയിപ്പിക്കുന്ന കഥാകാരി എന്നാണ്. ആരും അധികം പറയാത്ത വിഷയങ്ങൾ പറയണം എന്നുള്ളൊരു ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമായിട്ടുള്ള ചില ഇടപെടലുകൾ വിഷയങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. തെറിക്കത്തുകൾ, ഭീഷണികൾ, വധഭീഷണികൾ, ബലാത്സംഗ ഭീഷണികൾ ഒക്കെ കത്തുകളിലൂടെ ഫോണുകളിലൂടെയൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട്. കഥകളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും അധികം വിമർശനങ്ങൾ കൊണ്ടുവന്ന കഥയും അഗ്നിയാണ്. പക്ഷേ ആ ഒരു കഥ എഴുതിയതിൻ്റെ പേരിൽ മാത്രം ഇന്നും ഇത്രയും എനിക്ക് തോന്നുന്നു 26 വർഷങ്ങളോ മറ്റോ ആയി അഗ്നി ഇറങ്ങിയിട്ട്. ഇപ്പോഴും ആ ഒരു ഒറ്റ ഒരു കഥയുടെ പേരിൽ ഇപ്പോഴും എന്നെ ഓർത്തിരിക്കുകയും വഴിയിലൂടെയും കണ്ട ഓടി വന്ന് സംസാരിക്കുകയും ചെയ്യുന്ന കുറേ പേര്. ഞാൻ ജീവിതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും നിവർന്നു നിന്ന് അതിനെയൊക്കെ നേരിട്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആവാം, അത് എൻ്റെ കഥാപാത്രങ്ങൾ എൻ്റെ തന്നെ അംശങ്ങളായതുകൊണ്ടാവാം, അവരങ്ങനെ പൂർണ്ണമായും തോറ്റു തകർന്നടിഞ്ഞുകൊണ്ടൊരു കഥ അവസാനിപ്പിക്കാൻ എനിക്കൊരിക്കലും താല്പര്യമില്ല. മുതിർന്ന എഴുത്തുകാരടക്കം പെണ്ണെഴുത്ത് വെറും കണ്ണെഴുത്ത് മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ പെണ്ണെഴുത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റിനെ പോലും വളരെ വക്രീകരിച്ച് തെറ്റായ രീതിയിലൊക്കെ ആഖ്യാനിക്കപ്പെട്ടു. ഈയിടക്ക് വന്ന ലൈബ്രറി കൗൺസിലിന്റെ അടക്കമുള്ള അല്ലെങ്കിൽ പല പുരോഗമന എഴുത്ത് സംഘടനകളുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ഭരണസമിതികളുടെ കാര്യം എടുത്ത് നോക്കിയാൽ അതിൽ പൊടിക്ക് പോലും ഒരു സ്ത്രീയില്ലാത്ത അവസ്ഥ ഇന്ന് കാണാവുന്നതാണ്. പുരോഗമനമൊക്കെ എഴുത്തിൽ കാണിച്ചിട്ടുള്ള ആണുങ്ങളായിട്ടുള്ള എഴുത്തുകാർ പോലും പ്രതികരിച്ച് കാണുന്നില്ല. ഇന്ദുമേനോൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, എനിക്കൊരു ഭാര്യയെ തരൂ, ഞാൻ മികച്ച കഥകൾ എഴുതാം എന്നുള്ളത്. പലരും ഇന്ന് നിശബ്ദരായിട്ടുണ്ട്. അവരൊന്നും വെറുതെ നിശബ്ദരായതാവില്ല. അത് എനിക്ക് ഈ പൊതുവെയുള്ള അനുഭവങ്ങളിൽ നിന്ന് പറയാനാവും. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ട് വേണം ഈ എഴുത്ത് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒരുപാട് സ്ത്രീ എഴുത്തുകാർ ഇന്ന് നല്ല രീതിയിൽ എഴുതി കയറി വരുന്നുണ്ട്. അവരുടെ പുസ്തകങ്ങൾ ഏറ്റവും വലിയ സന്തോഷം ബെസ്റ്റ് സെല്ലേഴ്സ് ആണ്. ഏറ്റവും നന്നായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, വിറ്റുപോകുന്നുമുണ്ട്. നല്ല ലിറ്ററൽ വാല്യൂ ഉള്ള പുസ്തകങ്ങൾ. എനിക്കത് അതിശയം തോന്നാറുണ്ട്. എങ്ങനെ ഇത്രയും പരസ്പര ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഒരു ലോകത്തിലേക്ക് എഴുത്തും കൂടെ വന്നു പോയല്ലോ എന്നുള്ളൊരു സങ്കടം. സത്യം, അത് വലിയൊരു സങ്കടമായിട്ട് ഇങ്ങനെയുള്ള ഓരോ ഇഷ്യൂ വരുമ്പോഴും എനിക്കത് തോന്നാറുണ്ട്. ചെറുപ്പക്കാർക്കിടയിൽ ഈ പറഞ്ഞ ഒരു ഈ തൊഴുത്തിൽ കുത്തും ഈ ചെളിവാരിയിലും കുറച്ച് കുറവാണെന്ന് തോന്നുന്നുണ്ട്. ജീവിതം പല പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ് സിത്താര. ക്യാൻസർ എന്നുള്ളത് എന്തോ മറച്ചു വെക്കാനുള്ള ഒരു അസുഖമാണ്. അത് ക്യാൻസർ വന്ന് ആരും പറയില്ല, പുറത്ത് പറയില്ല, വീട്ടിൽ അടച്ചിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു അധികം മുമ്പൊന്നുമല്ല, എനിക്ക് തോന്നുന്നു 10-11 വർഷം മുമ്പാലത്തെ കാര്യമാണ്. എന്താണ് ഇത്ര പെട്ടെന്ന് ഒരു പുതിയ ജീവിതം എന്നല്ലേ? പക്ഷെ അതിന്റെ ഉത്തരം വളരെ ശരിയായിരുന്നു കേട്ടോ. ഞാൻ മരിക്കാതിരിക്കാൻ. സ്ത്രീകൾ ഇങ്ങനെ പറയരുത്, അങ്ങനെ എഴുതരുത്, ഇങ്ങനെ എഴുതാവൂ എന്നൊക്കെ പറയുന്ന ഒരു കാലത്താണ് സിത്താര എഴുതി തുടങ്ങുന്നത്. വേഷപ്പകർച്ച, നൃത്തശാല, കറുത്ത കുപ്പായക്കാരി, അഗ്നിയും കഥകളും തുടങ്ങി കഥാസമാഹാരങ്ങൾ. കേരള സാഹിത്യ അക്കാദമി ഗീതാ ഹിരണ്യൻ എൻഡോവ്മെൻറ്റ് അവാർഡ് വേഷപ്പകർച്ചയ്ക്ക് അല്ലേ. പിന്നീട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, സുവർണ ജൂബിലി പുരസ്കാരം അല്ലെ, യുവ സാഹിത്യകാരന്മാർക്കുള്ള. എഴുത്ത് സംഭവിച്ചു പോയതാണോ അതോ ഉള്ളിലെ അഗ്നി എഴുത്തായിട്ട് പുറത്തേക്ക് വന്നതാണോ? അത് രണ്ടും ഉണ്ടെന്ന് പറയാം. പിന്നെ എഴുതാനുള്ളൊരു സാഹചര്യം വീട്ടിലുണ്ടായിരുന്നു. ഒരുപാട് പുസ്തകങ്ങളുള്ള ഒരു വീട്ടിലാണ് ഞാൻ വളർന്നത്. പിന്നെ എൻ്റെ അച്ഛൻ വായനയെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം നിറയെ കുട്ടിക്കാലം തൊട്ടേ ഏതാണ്ട് 4 വയസ്സ് തൊട്ട് തന്നെ ക്ലാസിക്കുകൾ തന്നെ അച്ഛൻ വായിക്കാൻ കൊണ്ടുവന്ന് വരുമായിരുന്നു. അപ്പോൾ MT മാധവിക്കുട്ടിയും വിജയനും എല്ലാം ഖസാക്കിൻ്റെയൊക്കെ ചെറുപ്രായത്തിലെ വായിച്ച് അതിൻ്റെയൊക്കെ ഒരു ഈ പറഞ്ഞ ഒരു അഗ്നി അതിൽ നിന്നൊക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എഴുത്തിനോടും അക്ഷരങ്ങളോടും ഉള്ള ഒരു ഇഷ്ടം ചെറുപ്പം തൊട്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. പിന്നെ ചെറിയ ചില്ലറ എഴുത്തുകളിലൂടെ തുടങ്ങി 7 വയസ്സിൽ ആദ്യമായി ഒരു കവിത എഴുതി. ഒരു പൊട്ടക്കവിതയായിരുന്നു, എന്നാലും എഴുതി എന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു കഥ എഴുതുന്നത്. അതൊരു മാസികയിൽ അച്ചടിച്ചു വന്നു. പിന്നീട് ചെറിയ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി.
പിന്നെ ചെറിയൊരു ഗ്യാപ്പ് വന്നു. പിന്നെ കോളേജിൽ പഠിക്കുമ്പോഴാണ് വീണ്ടും എഴുത്തിലേക്ക് സീരിയസ് ആയിട്ട് വരുന്നത്. ഡിഗ്രി 2ാം വർഷം പഠിക്കുമ്പോൾ ഒരു സമ്മാനം കിട്ടി. ആ കഥ പ്രസിദ്ധീകരിച്ചു വന്നു. പിന്നെ അങ്ങനെ. അതാണോ വനിതയുടെ കഥാമത്സരം? ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത്. അതെ. അതില് ഞങ്ങൾ 3 പേര്, ബിലു അതെ, പിന്നെ ഒരു കുട്ടി രജനി മന്നാടി. ഇപ്പോൾ അങ്ങനെ എഴുതുന്നില്ല ബിലു. അതെ, ഞാനിങ്ങനെ ശ്രദ്ധിക്കായിരുന്നു. അന്ന് നമ്മള് വരുന്ന എല്ലാ കഥാമത്സര വിജയികളെയും അവരുടെ എഴുത്തുകളെയും ഫോളോ ചെയ്യുന്നതുകൊണ്ട് പിന്നീട് ആരും അങ്ങനെ അധികം എഴുതി കണ്ടില്ല എന്നുള്ളത്. ഞാൻ അവർക്കൊക്കെ മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ എഴുതാത്തതെന്ന്. ഓരോരുത്തരും അവരവരുടേതായ ലൈഫ് തിരക്കുകൾ ബിസിയായി പോയതായിരിക്കാം. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, 7ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും തന്നെ ഒരുവിധം മലയാള സാഹിത്യത്തിലെ കൃതികളൊക്കെ വായിച്ചു കഴിഞ്ഞു എന്ന് പറയാം. അങ്ങനെ വായിച്ചു വന്നതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ പുസ്തകം ഏതായിരുന്നു? അന്നത്തെ ആ ഒരു വായനയുടെ കാലത്ത് ആൾക്കൂട്ടം, ഖസാക്കിന്റെ ഇതിഹാസം, ഇത് രണ്ടും ഏറെ ഇഷ്ടപ്പെട്ട 2 പുസ്തകങ്ങളായിരുന്നു. പിന്നെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ. ഒരു പുസ്തകത്തിൻ്റെ ഒരു സ്വപ്നം പോലെ ഇന്നും മനസ്സിലുണ്ട്. അതിൻ്റെ ഒരു പുസ്തക കവറും അന്നിറങ്ങിയ മാധവിക്കുട്ടിയുടെ മുഖചിത്രമുള്ള കുറേ മഞ്ചാടി മണികൾ ചിതറി കിടക്കുന്ന കുറേ വെള്ളത്തുള്ളികളും, പിന്നെ അവരുടെ ഒരു സ്വപ്നാർദ്രമായൊരു മുഖമാണ്, അവരുടെ കണ്ണുകളും, ആ ഒരു മുഖചിത്രത്തോട് കൂടിയിട്ടുള്ള എൻ്റെ കഥ, അത് ഒരുപാട് വർഷം എൻ്റെ കയ്യിലുണ്ട്. അത് പിന്നെ നഷ്ടപ്പെട്ടു പോയി. ആ പുസ്തകം വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നെ, ഒരു പെൺകുട്ടി എന്നുള്ള നിലയിലും ഒരു വ്യക്തി എന്നുള്ള നിലയിലും. പിന്നെ ഒരു ലിറ്ററേച്ചർ പീസ് എന്നുള്ള രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ള 2, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള 2 പുസ്തകങ്ങൾ ഖസാക്കിൻ്റെ ഇതിഹാസവും ആൾക്കൂട്ടുമായിരുന്നു. അത് ഇന്നും ഞാൻ പിന്നെയും എടുത്ത് വായിക്കുന്ന ചില പുസ്തകങ്ങളിൽ ചിലതാണ്. ആ വായന എപ്പോഴും അങ്ങനെ തന്നെ തുടർന്നു പോലും സംഭവിച്ചില്ല. അങ്ങനെ ആ വായനയുടെ തുടർച്ച നിലനിർത്താൻ സാധിച്ചില്ല എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു നഷ്ടങ്ങളിൽ ഒന്നായിട്ട് ഇന്നും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്. വായന തുടർന്നു കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചില്ല. പിന്നെ വലുതായി വിവാഹിതയായി വിദേശത്തേക്ക് പോയതോടെ എൻ്റെ വായന ഓൾമോസ്റ്റ് തന്നെ നിന്നുപോയി. പിന്നീട് അത് പലതവണ തിരിച്ചു പിടിക്കാൻ നോക്കിയെങ്കിലും ആ പഴയൊരു തീവ്രമായ ഒരു വായനയുടെ ഒരു തിരിച്ചു ഒരിക്കലും എനിക്ക് സാധിച്ചിട്ടില്ല. ഇത്രയും വർഷങ്ങളായിട്ടും ഞാനതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിൽ വിജയിച്ചിട്ടില്ല. എനിക്കൊന്ന് അങ്ങനെ ഒരു ബ്രേക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ ആദ്യ കഥ എഴുതി പ്രസിദ്ധീകരിച്ച് വന്നപ്പോഴുണ്ടായൊരു തോന്നല്? സന്തോഷമായിരുന്നു. അന്ന് 7ാം ക്ലാസ്സിലോ മറ്റാണ് പഠിക്കുന്നത്. അപ്പോൾ എന്തോ ചെറിയൊരു മത്സരത്തിൽ സ്കൂളിലോ മറ്റോ അങ്ങനെ എഴുതിയൊരു കഥയാണത്. അപ്പം അത് ഒരു സ്റ്റുഡൻറ്റ് മാഗസിന് അയച്ചു കൊടുക്കുകയും അത് അതിൽ പ്രസിദ്ധീകരിച്ച് വരികയും, അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് ഭയങ്കര സന്തോഷമൊക്കെ തോന്നിയിരുന്നു. അച്ഛൻ്റെ പ്രോത്സാഹനവും അച്ഛനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ ഒരു കഥ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച് വന്നു എന്നൊക്കെയുള്ള ആ രീതിയിലുള്ള സന്തോഷവും ഒരു കുട്ടിയുടേതായിട്ടുള്ള ചില അഭിമാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നീട് വനിതാ കഥാ മത്സരത്തിലല്ലേ ആദ്യ ഗൗരവമായിട്ട് എഴുതി തുടങ്ങിയതിന് ശേഷം വന്നൊരു വിജയം അതായിരുന്നല്ലോ. അതെ, അതും ഈ പറഞ്ഞ പോലെ കോളേജിലെ ഒരു മത്സരത്തിന് എഴുതി വെച്ചിരുന്ന ഒരു കഥയാണ്. അത് വെറുതെ ഒന്ന് അയച്ചു കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ ഒട്ടും അന്നത്തെ പിന്നെ പ്രലോഭനം എന്ന് പറയുന്നത് സമ്മാനത്തിനേക്കാളും സമ്മാന തുകയാണ്. അന്ന് എങ്ങാണ്ട് 1500 രൂപയായിരുന്നു അതിൻ്റെ സമ്മാനത്തുക. അന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം അന്ന് നല്ല ഒരു തുകയാണത്. അപ്പോൾ ആ തുക കിട്ടിയാൽ അടിച്ചു പൊളിക്കാം. അന്നത്തെ അടിച്ചുപൊളി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അടിച്ചുപൊളിയല്ല, അത് വേറെ കാര്യം. എന്നാൽ പോലും അതായിരുന്നു കൂടുതൽ വലിയൊരു പ്രലോഭനം. സിത്താരയെ പറ്റി സാറാ ജോസഫ് പറഞ്ഞത് അതിശയിപ്പിക്കുന്ന കഥാകാരി എന്നാണ്. എനിക്ക് തോന്നുന്നു സാറാ ജോസഫിനും മാധവിക്കുട്ടിക്കും ശേഷം ലൈംഗികത പോലെയുള്ള വിഷയങ്ങൾ അത്ര തുറന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരു എഴുത്തുകാരി കൂടിയാണ്. ലൈംഗികതയെപ്പറ്റി തുറന്ന് സംസാരിക്കാൻ ഒരു സാഹചര്യമില്ലാത്ത സമൂഹത്തിൽ അത്തരം വിഷയങ്ങൾ എഴുത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആശങ്കകൾ ഉണ്ടായിരുന്നു. അന്ന് ഒരു ആശങ്കകൾ എന്നുള്ള രീതിയിലൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ആരും അധികം പറയാത്ത വിഷയങ്ങൾ പറയണം എന്നുള്ളൊരു ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമായിട്ടുള്ള ചില ഇടപെടലുകൾ വിഷയങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതൊരിക്കലും ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൂടെ അങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഇന്ന്
സ്ത്രീ എഴുത്തുകാർ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. ആ ഒരു രീതിയിൽ ഒരിക്കലും ആയിരുന്നില്ല. പക്ഷെ നേരെ മറിച്ച് സ്ത്രീകൾ അധികം സംസാരിക്കാത്ത വിഷയങ്ങൾ, സ്ത്രീകളുടേതായിട്ടുള്ള രചനകൾ അധികം പ്രകടമാകാത്ത വിഷയങ്ങൾ കൊണ്ടുവരണം കഥയിലേക്ക് എന്നുള്ള ഒരു ആഗ്രഹം കൂടി ആ വിഷയങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ എൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വിവിധ വിഷയങ്ങൾ അത്തരത്തിൽ ആലോചിച്ചുണ്ടാക്കി അങ്ങനെ കഥ എഴുതിയ ഒരു സമയമായിരുന്നു അത്. പിന്നീട് ആ രീതിയിൽ നിന്ന് ഞാൻ മുന്നോട്ട് പോയി, അത് വേറെ ഒരു വിഷയം. പക്ഷെ ആ ഒരു എഴുതി തുടങ്ങിയ സമയത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സത്യമാണ്. എങ്ങനെയായിരുന്നു പൊതുവെ പ്രതികരണം? കാരണം ഒരു സ്ത്രീ എഴുത്തുകാരി കൂടി ആവുമ്പം വിഷയം ഇതും. ഒന്നാമത് അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, അതുകൊണ്ട് വലിയൊരു അനുഗ്രഹമായി. അന്ന് അത് വലിയ അനുഗ്രഹമായിരുന്നു. എങ്കിൽ പോലും പല രീതിയിലുള്ള നെഗറ്റീവ് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെറിക്കത്തുകൾ, ഭീഷണികൾ, വധഭീഷണികൾ, ബലാത്സംഗ ഭീഷണികൾ ഒക്കെ കത്തുകളിലൂടെ ഫോണുകളിലൂടെയൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട് ആ ഒരു സമയത്ത്. അഗ്നിയൊക്കെ എഴുതിയ സമയത്തും പിന്നെ വേറെ 1-2 കഥകൾ ചില പ്രത്യേക വിഷയങ്ങളെ ആസ്പദമാക്കി എഴുതിയ കഥകളെ ലെസ്ബിയൻ വിഷയത്തെ പറ്റിയും പിന്നെ പൗരോഹിത്യത്തെ പറ്റി എഴുതിയ ഒരു കഥയുടെ പേരിൽ വധഭീഷണികളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് അത് അത്ര ഇന്നത്തെ അത്രയും സിവിയർ ആയിരുന്നില്ല. കാരണം എഴുത്തുകളിലൂടെ മാത്രമേ അത് വരൂ, അല്ലെങ്കിൽ ഫോണിലൂടെ. അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും കൂടുതൽ മെജോറിറ്റി അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് എഴുത്തുകാരി എന്നുള്ള രീതിയിൽ ലഭിച്ചിട്ടുള്ളത് എന്നാണ്. അതെനിക്ക് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം അങ്ങനെ അധികം സംഭവിക്കാറില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഒരുപാട് പേരത് നല്ല രീതിയിൽ വായിച്ചു, അവരത് സ്പർശിച്ചു എന്ന് അറിയിക്കുകയും അത് അതിൻ്റെതായ രീതിയിൽ ഞാൻ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതേ രീതിയിൽ വായിച്ചെടുത്ത ഒരുപാട് വലിയ ഒരു വായനക്കൂട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതെ, അതുകൊണ്ടാണല്ലോ ആ കഥകൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നിലനിൽക്കുന്ന സദാചാര ചിന്തകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് സാമൂഹ്യ വ്യവസ്ഥകളോടുള്ള ഒരു പ്രതിരോധവും പ്രതിഷേധവും ഒക്കെ സിത്താരയുടെ കഥകളിൽ കാണാമായിരുന്നു. അത് സാമൂഹിക അല്ലെ, ഒരു എഴുത്തുകാരിയുടെ സാമൂഹിക ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ മനഃപൂർവ്വം കൊണ്ടുവരാൻ ശ്രമിച്ചതാണോ അതോ അങ്ങനെ എഴുതി വരുമ്പോൾ സംഭവിച്ചു പോകുന്നതാണോ? അത് 2 രീതിയിലും പറയാം. മനഃപൂർവ്വമായിട്ടുള്ള ചില ഇടപെടലുകൾ തീർച്ചയായിട്ടും ഞാൻ നടത്തിയിട്ടുണ്ട്. കാരണം കുട്ടിക്കാലം തൊട്ടൊരു റിബലായിട്ടാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ വീട്ടിൽ തീർച്ചയായിട്ടും വളരെ ഫോർവേഡായിട്ടുള്ള ഒരു ഗാർഹിക അന്തരീക്ഷമായിരുന്നു. എഴുത്തിനെയും വായനയും സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയും. എന്തെഴുതിയാലും ഒരു പ്രശ്നമില്ല, എൻ്റെ വഴിക്ക് വിടുന്ന രക്ഷാകർത്താക്കളായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ പോലും എൻ്റെതായ രീതിയിൽ ഞാൻ റിബലായിരുന്നു. കാരണം ഞാനൊരു നാട്ടിൻപുറം പോലത്തെ ഒരു സ്ഥലത്താണ് ജനിച്ചുകൊള്ളത്. അപ്പോൾ ചുറ്റുവട്ടത്തൊക്കെ ഞാൻ കാണുന്നത് പെൺകുട്ടികൾ അത് ചെയ്യരുത്, പുറത്തിറങ്ങി നടക്കരുത്, പുറത്ത് വരാന്തയിൽ വന്ന് ഇരിക്കരുത്, ഒന്ന് വൈകുന്നേരത്തെ കാറ്റ് കൊള്ളാൻ പോലും ഒന്ന് വരാന്തയിൽ പോയിരുന്ന അതിന് പ്രശ്നം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളാവാം. പക്ഷെ അന്നത്തെ ആ പെൺകുട്ടിക്ക് അത് വലിയ പ്രശ്നങ്ങളായിരുന്നു. മാനസികമായിട്ട് ഒരുപാട് അടിച്ചമർത്തപ്പെടുന്ന ഒരു ഫീലിംഗ് വരുത്തിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു മുതിർന്നവരിൽ നിന്ന് അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു റിബലായിരുന്നു ആ സമയത്തൊക്കെ. ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി തീർച്ചയായിട്ടും എഴുത്തിലും വന്നിട്ടുണ്ട്. അത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ എനിക്കത് നേരിട്ട് പറയാൻ പറ്റുന്നില്ല, എൻ്റെ കഥകളിലൂടെയെങ്കിലും പറയുക എന്നുള്ള ആ ഒരു രീതിയിലും കൂടെ ഞാൻ വിഷയങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് തീർച്ചയായും കഥകളിൽ. പിന്നെ അതല്ലാതെ സ്വാഭാവികമായിട്ട് എഴുത്തിൻ്റെ ആ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് വന്നു വീണ വിഷയങ്ങളും ഉണ്ടാവാം. തന്നെ റേപ്പ് ചെയ്തവനോട് നീ പോരാ, എന്നെ തൃപ്തിപ്പെടുത്താൻ നിനക്കാവില്ല എന്ന് പറയുന്ന പെൺകുട്ടി അത്ഭുതമായ ഒരു സമൂഹത്തിലേക്കാണ് അഗ്നിയും അഗ്നിയിലെ പ്രിയ എന്ന പെൺകുട്ടിയും വരുന്നത്. അതേപോലെ തന്നെ പ്രിയ തന്നെ റേപ്പ് ചെയ്തവനെ പ്രണയിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതിനെ അംഗീകരിച്ചവരും ഉണ്ടായിരുന്നു, അംഗീകരിക്കാത്തവരും ഉണ്ടായിരുന്നു. അഗ്നി എന്നുള്ളൊരു കഥ ഇന്നും പല രീതിയിൽ വായിക്കപ്പെടുന്ന ഒരു കഥയാണ്. പിന്നെ എൻ്റെ ഒരു കഥകളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും അധികം വിമർശനങ്ങൾ കൊണ്ടുവന്ന കഥയും അഗ്നിയാണ്. പക്ഷേ ആ ഒരു കഥ എഴുതിയതിൻ്റെ പേരിൽ മാത്രം ഇന്നും ഇത്രയും എനിക്ക് തോന്നുന്നു 26 വർഷങ്ങളോ മറ്റോ ആയി അഗ്നി ഇറങ്ങിയിട്ട്. ഇപ്പോഴും ആ ഒരു കഥയുടെ പേരിൽ ഇപ്പോഴും എന്നെ ഓർത്തിരിക്കുകയും വഴിയിലൂടെയും കണ്ട ഓടി വന്ന് സംസാരിക്കുകയും ചെയ്യുന്ന കുറേ പേരുണ്ട്. ഒരു ചെറിയൊരു കൂട്ടമാവാം, എന്നാലും എനിക്കത് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ അഗ്നിയിലേക്ക് വരികയാണെങ്കിൽ അത് ഒരു പത്രവാർത്തയിൽ നിന്നുണ്ടായ ഒരു കഥയാണ്, ബലാത്സംഗ വാർത്തയിൽ നിന്നുണ്ടായ ഒരു കഥയാണ്. ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഹോസ്റ്റൽ മുറിയിലിരുന്ന് അടുത്തൊക്കെ കൂട്ടുകാരികൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലിരുന്നിട്ട്
എനിക്ക് തോന്നുന്നു ഭാഷാഭൂഷണിയാന്ന് തോന്നുന്നു. ഭാഷാഭൂഷണിയിലേക്ക് നാളെ കൊടുക്കണമെങ്കിൽ ഇന്ന് ധൃതിപ്പെട്ട് എഴുതിയ ഒരു കഥയാണ്. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ക്ഷോഭവും ആ ഒരു ചോരതിളപ്പും അതിൻ്റെ ഒരു 10-1 പോലും അല്ലെങ്കിൽ ഒരു 100-1 പോലും ആ കഥയിൽ വന്നു എന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും തൃപ്തിയാവാത്ത ഒരു കഥയാണ് അഗ്നി എന്നുള്ളത്. ഒരു പെൺകുട്ടിയുടെ മേലുണ്ടാകുന്ന അട്രോസിറ്റീസിനെതിരെ എന്തെങ്കിലും പറയണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ഈ കഥ എഴുതി തുടങ്ങുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളതിൻ്റെ എനിക്ക് എന്താ പറയുക, ആ ഒരു ക്രൂരതയ്ക്കെതിരെ ഉള്ള ഒരു എന്താ പറയുക, എൻ്റെ ശബ്ദമുയർത്തലിന് ഇത്രയൊന്നും ശക്തി പോരാ എന്നൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇത് പോരാ, ഇതൊട്ടും ശരിയായില്ല. അങ്ങനെയൊക്കെ ഒരുപാട് എന്താ പറയുക, ഞാൻ കണക്കിലെടുക്കാതിരുന്നൊരു കഥയാണ് അഗ്നി. പിന്നെ എഴുതിയത് കൊണ്ട് ഞാനത് അയച്ചു കൊടുത്തു. പക്ഷെ അത് പ്രസിദ്ധീകരിച്ച് വന്നതിന് ശേഷം അത് നിരവധി പേർ അതിനെ ഏറ്റെടുക്കുകയും കുറേ വിമർശനങ്ങൾ എം കൃഷ്ണൻ നായർ അടക്കം ഒരുപാട് വല്ലാത്ത രീതിയിൽ വിമർശിക്കുകയൊക്കെ ചെയ്തൊരു കഥയാണ്. അതും അതിൻ്റെ അവസാനം ഞാൻ പറയുന്ന ഒരു ബലാത്സംഗം ചെയ്ത ആളെ സ്നേഹിച്ചു എന്ന് ഞാൻ ആ കഥയിൽ ഒരിടത്തും ഞാൻ പറയുന്നില്ല. അവൾ ആ ബലാത്സംഗം ചെയ്ത ആളെ കൊണ്ട് തന്നെ തിരിച്ച് സ്നേഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് അവളുടെ ഒരു പ്രതികാരമായിരുന്നു. അവൾ ഒരിക്കലും അങ്ങോട്ട് സ്നേഹിച്ചു എന്ന് ആ കഥയിൽ ഒരിടത്തും പറയുന്നില്ല. പക്ഷെ അത് ആ രീതിയിൽ ഒരുപാട് വായിക്കും. ബലാത്സംഗം ചെയ്ത ആളെ സ്നേഹിച്ചു. അത് പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറം വേറെ ഇതുപോലെയുള്ള ഒരു കഥയോ ഒരു പാട്ടോ വന്നപ്പോൾ ആ ഒരു രീതിയിൽ ആ കഥ ഒരുപാട് റെഫർ ചെയ്യപ്പെട്ടു. പക്ഷെ അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല. അതൊക്കെ വായനക്കാരുടെ ഒരു അവകാശമാണല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലല്ല ഞാനത് എഴുതിയത്. ഒരു പെൺകുട്ടി അവളുടെ നേർക്കുണ്ടായ അട്രോസിറ്റീസിനെതിരായിട്ടുള്ള അവളുടെ 3 അല്ലെങ്കിൽ 3-4 വ്യത്യസ്ത രീതികളിലുള്ള പ്രതികരണങ്ങൾ. പ്രതികാരം എന്ന് പോലും ഞാൻ പറയുന്നില്ല, പ്രതികരണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. അവളുടെ പ്രതികരണങ്ങളായിരുന്നു. ഒരാളോട് അവൾ പ്രതികരിച്ച രീതിയിലല്ല മറ്റേ ആളോട് പ്രതികരിച്ചത്. 3-ാമത്തെ ആളോട് അവൾ മറ്റൊരു രീതിയിലാണ് പ്രതികരിച്ചത്. അപ്പം ആ ഒരു 3 വ്യത്യസ്ത രീതികളിൽ 3 പുരുഷന്മാരോട് ഒരു പെൺകുട്ടി നടത്തിയ പ്രതികരണങ്ങൾ, ആ ഒരു രീതിയിലാണ് കഥ ഞാൻ എഴുതിയത്. അപ്പം അതിനൊരുപാട് വായനകൾ വന്നു. പക്ഷെ പിന്നീട് തീർച്ചയായിട്ടും, കാരണം കഥയിൽ അങ്ങനൊരു പ്രതികരണം ചിലപ്പോൾ അത്രയും കാലം കേരളം കണ്ടിട്ടുണ്ടാവില്ല. എപ്പോഴും അതോടുകൂടെ തൻ്റെ എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിച്ച പോലെ ഒതുങ്ങുന്ന പെൺകുട്ടിയെ കണ്ടു ശീലിച്ചവർക്ക് പ്രിയ ഒരു അത്ഭുതം, അതാ ഞാൻ പറഞ്ഞത്, പ്രിയ ഒരു അത്ഭുതമാവുന്നത്. ഇപ്പൊ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് എന്നെ തൃപ്തിപ്പെടുത്താനാവില്ല എന്ന് പറയുന്ന ഒരു സ്ത്രീയൊന്നും കേരളം ഒരിക്കലും അംഗീകരിക്കുന്ന സാഹചര്യമല്ല, ഇല്ല. അതുകൊണ്ട് തന്നെ പലർക്കും അത് ദഹിച്ചിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കഥയുടെ പേരിൽ ബലാത്സംഗ ഭീഷണികളൊക്കെ വന്നിട്ടുണ്ട് കത്തിലൂടെ, വെക്കാത്ത കത്തുകളും. അപ്പം ഞാൻ ഇന്ന് ആലോചിക്കുമ്പോൾ ഞാൻ തമാശക്ക് പറയായിരുന്നു, അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള ഇത് ഉണ്ടാവുമായിരുന്നു ആ രീതി. പിന്നെ ഒരു കാലത്തിനൊത്ത് വായിക്കേണ്ട ഒരു കഥയാണെന്നും കൂടി എനിക്ക് ആ കഥയുടെ പ്രാധാന്യം ഇന്നും പോയിട്ടൊന്നുമില്ല അല്ലെ. ആ കഥ എഴുതിയ കാലം വെച്ച് നോക്കുമ്പം ഇന്നിപ്പോ ഇത്ര 26 വർഷങ്ങൾക്ക് ശേഷവും വലിയ മാറ്റങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിന് വന്നിട്ടില്ല. പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത്തരത്തിൽ പ്രതികരിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം തീർച്ചയായിട്ടും. പക്ഷെ അവർക്ക് നേരെ ഉണ്ടാകുന്ന ചെയ്യുന്നവരുടെ മനോഭാവത്തിന് ഇപ്പോഴും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ശരിയാണ്. പെൺകുട്ടികൾ കുറെ മുന്നോട്ട് നടന്നു തുടങ്ങി, മറ്റവരെ അവിടെ തന്നെ കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതെ. കേരള സർവകലാശാലയുടെ ഇംഗ്ലീഷ് വിഭാഗത്തില് പഠന വിഷയമാക്കിയിട്ടുണ്ടല്ലേ അഗ്നി. ഒരുപാട് കോളേജ് വിദ്യാർത്ഥികളാണ് എന്നെ എവിടെയെങ്കിലും പരിപാടിയൊക്കെ പോകുമ്പോൾ ഈ ഒരു കഥയുടെ മറ്റൊന്നും വായനകളൊന്നും ഇല്ലാത്ത കുട്ടികളായിരിക്കും. പക്ഷെ ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് വായിച്ചിട്ട് അങ്ങനെ അറിഞ്ഞ് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ഓടി വന്ന് അഗ്നി എഴുതിയ സിത്താരയല്ലേ. അതെ, അത് സന്തോഷമാണ് നമുക്ക് ആ ഒരു കഥയുടെ പേരിലായാലും നമ്മൾ അറിയപ്പെടും. ആ കഥ അങ്ങനെ ഒരു കഥ കൂടി ആയിരുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷം തന്നെയാണല്ലോ. വലിയ സന്തോഷം. ചരക്കിലെ സുഹാന, കോമാളി വേഷങ്ങളിലെ രേണുക, സൂര്യമുഖിയിലെ ചുന്നി, പിന്നെ ഉപജീവനത്തിലെ അനുപമ. പൊതുവെ പുരുഷ മേധാവിത്വങ്ങൾക്ക് കീഴിൽ അതിലും അങ്ങ് ഒതുങ്ങി ജീവിക്കുന്ന സ്ത്രീകൾക്കപ്പുറം വേറൊരു ജീവിതത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ജീവിതം ആഘോഷമാക്കാൻ ശ്രമിക്കുന്ന, അതിനെ തരണം ചെയ്യാൻ ശ്രമിക്കുന്ന സ്ത്രീ ജീവിതങ്ങളെ കുറിച്ചാണ് കൂടുതലും സിത്താര പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു എൻ്റെ 99% കഥകളിലും ഒരു പൊരുതലിൻ്റെ അംശത്തിലാണ് ഞാൻ കഥ അവസാനിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും അതിലെ നായിക സ്ത്രീയാണ്, അതിലെ മെയിൻ പ്രധാന കഥാപാത്രം ഒരിക്കലും തൻ്റേതായിട്ടുള്ള ഒരു
പ്രതികരണം അല്ലെങ്കിൽ ഒരു പൊരുതലിന്റെ ഒരു നിമിഷം ഇല്ലാതെ ആരും അതില് തോറ്റുപോകുന്നില്ല. അങ്ങനെ ഉള്ള ഒരു കഥ എഴുതാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഒരു പ്രത്യാശയുടെ ഒരു അംശം അല്ലെങ്കിൽ പൊരുതലിന്റെ ഒരു അംശം 1% നിർത്തിക്കൊണ്ടാണ് ഏത് കഥയും ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കഥകളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വെറുതെ തോറ്റുപോകുന്ന ഒരാളായിട്ട് എൻ്റെ കഥാപാത്രം അത് ഒരുപക്ഷെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവില്ലായിരിക്കാം. പൂർണ്ണമായിട്ടും തോറ്റുപോകുന്നവരുണ്ടാകാം. പക്ഷെ എൻ്റെ കഥകളിൽ അത് അങ്ങനെ വന്നു പോകുന്നതാണ്. ഞാൻ ജീവിതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും നിവർന്നു നിന്ന് അതിനെയൊക്കെ നേരിട്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആവാം അത് എൻ്റെ കഥാപാത്രങ്ങൾ എൻ്റെ തന്നെ അംശങ്ങളായതുകൊണ്ടാവാം അവരങ്ങനെ പൂർണ്ണമായും തോറ്റു തകർന്നടിഞ്ഞുകൊണ്ടൊരു കഥ അവസാനിപ്പിക്കാൻ എനിക്കൊരിക്കലും താല്പര്യമില്ല. അതിൽ അവിടെ ഒരു ഭാവിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക വരാനിരിക്കുന്ന നല്ല ഇതിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ പൊരുതി നിൽക്കാനുള്ള ഒരു ചാൻസിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു അംശം ബാക്കി നിർത്തിക്കൊണ്ടാണ് എല്ലാ കഥയും ഞാൻ അവസാനിപ്പിക്കാറ്. ഈ പറഞ്ഞ കഥാപാത്രങ്ങളിലൊക്കെ നമ്മുടെ മുന്നിലുള്ള ഏതെങ്കിലും ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നോ അതോ ഭാവനയിൽ തന്നെ വന്നത്? ഭാവനകളിൽ നിന്ന് തീർച്ചയായിട്ടും അതിലുള്ള ചില ഭാഗങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. ചില ഭാഗങ്ങൾ മാത്രം, അല്ലാതെ മിക്കവാറും എൻ്റെ കഥാപാത്രങ്ങളെല്ലാം തന്നെ കൽപ്പനയിൽ നിന്ന് അല്ലെ ഭാവനയിൽ നിന്ന് ഉണ്ടാകുന്ന ആൾക്കാരാണ്. ജീവിതത്തിൽ നിന്ന് കണ്ടെടുക്കുന്ന കഥാപാത്രങ്ങൾ ഇല്ലെന്നല്ല, അത് വളരെ അപൂർവമായിട്ട് സംഭവിച്ചിട്ടുള്ളൂ. പൗരോഹിത്യത്തിനെതിരെ എഴുതിയൊരു കഥയുണ്ടായിരുന്നല്ലോ, ചതുപ്പ് എന്നാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ. ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വരികയും ഒരുപാട് ഭീഷണികൾ നേരിടേണ്ടി വരികയും ചെയ്തിട്ടുള്ളൊരു കഥയാണ്. അതെ, അത് ഞാൻ PG പഠിക്കുമ്പോഴാണ് ആ കഥ എഴുതുന്നത്. അത് അങ്ങനെ ഒരു പ്രത്യേക ഒരു നമ്മൾ കണ്ട ഒരാളെ വെച്ച് എഴുതിയൊരു കഥയൊന്നുമില്ല. ഇമാജിൻ ചെയ്തുണ്ടാക്കി ഒരു കഥ അങ്ങനെ എഴുതിയതാണ്. പക്ഷെ എഴുതി കഴിഞ്ഞപ്പോൾ അതിലൊരു ക്രിസ്ത്യൻ പുരോഹിതനെ കുറിച്ചുള്ള ഒരു കഥയായിരുന്നു. അത് മാതൃഭൂമി ഓണപ്പതിപ്പിലോ മറ്റാണത് അച്ചടിച്ചു വന്നത്, എനിക്ക് ഇപ്പോൾ കൃത്യമായി ഓർക്കുന്നില്ല. അത് അത്യാവശ്യം വായിക്കപ്പെട്ടു. പക്ഷെ അതിൻ്റെ പേരിൽ ഒരുപാട് ഭീഷണികൾ എനിക്ക് വന്നു, മതഭീഷണികൾ വന്നു. പിന്നെ ഞാൻ താമസിച്ചിരുന്ന കോൺവെൻറ്റ് ഹോസ്റ്റലായിരുന്നു, കന്യാസ്ത്രീകൾ നടത്തിയിരുന്നത്. അവിടെ എനിക്ക് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. അവിടുത്തെ സിസ്റ്ററൊക്കെ എന്നോട് ഈ അങ്ങോട്ട് വരണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയുണ്ടായി. പിന്നെ എനിക്കേറെ പ്രിയപ്പെട്ടിരുന്ന 2 കന്യാസ്ത്രീ സുഹൃത്തുക്കളെ എൻ്റെ കൂടെ പഠിച്ച് അവരെന്നോട് ഭയങ്കരമായി പിണങ്ങി, എന്നോട് സംസാരിക്കാതെയായി. അങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവങ്ങൾ എഴുത്തിൻ്റെ ആ ഒരു കഥയുടെ ഭാഗമായിട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പം അന്നൊക്കെ ഞാൻ അതിശയപ്പെടുമായിരുന്നു, വെറും ഒരു കഥയല്ലേ, പിന്നെ എന്തിനാണ് ഇത് ഇത്ര, ഒരിക്കലും ഒരു ജനറലൈസ് ചെയ്ത് എഴുതിയൊരു കഥയായിരുന്നില്ല, ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ കുറിച്ചുള്ള ഒരു കഥയായിരുന്നു. അത് ഒരു പുരോഹിതനായിപ്പോയി എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഇന്നായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു 100 ഇരട്ടി പ്രശ്നങ്ങളുണ്ടായിരുന്നേനെ. പക്ഷെ അന്ന് അത്രയും ഉണ്ടായുള്ളൂ. പക്ഷെ അന്ന് ആ ഒരു കഥയായി മാത്രം കാണാനുള്ള ഒരു ഇത് ആൾക്കാർ, അത് എൻ്റെ കൂടെ പഠിച്ചെന്ന് വെച്ചാൽ PG എല്ലാ ലോക സാഹിത്യം ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. അവർക്കറിയാം എന്താണ് സാഹിത്യത്തിൽ എന്താണ് നമ്മൾ പറയുന്നത്, അത് എഴുതുന്ന ആളുടെ ജീവിതമായിട്ട് അതിന് വലിയ ബന്ധം ഇല്ല എന്നൊക്കെ അറിയുന്ന ആൾക്കാർ പോലും എന്നോട് ആ രീതിയിൽ പ്രതികരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായി. എഴുത്തിൻ്റെ ആ ഒരു വഴികൾ പോകുന്ന രീതികൾ, അപ്പോൾ എഴുത്തുകാർക്ക് അതിൻ്റെ പേരിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഒക്കെ എന്നെ ആദ്യമായി അനുഭവിപ്പിച്ച ഒരു കഥയായിരുന്നു അത്. അതിൻ്റെ പേരിൽ എനിക്ക് വലിയ സങ്കടമായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് മിണ്ടാതാവുന്നു. എൻ്റെ മറ്റൊരു സുഹൃത്ത് പാതിരിയാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പിണങ്ങുന്നു. പിന്നെ എൻ്റെ വാർഡൻ എന്നോട് അങ്ങോട്ട് പോകണ്ടെന്ന് പറയുന്നു, കത്തെഴുതുന്നു എനിക്ക് എന്നെ ഭയങ്കരമായി വിമർശിച്ചുകൊണ്ട്. അപ്പം അവരോടൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്, ഇത് വെറും ഒരു കഥയാണ്, കഥ മാത്രമാണ്. പക്ഷെ എനിക്കത് പറയാൻ സാധിച്ചില്ല അന്ന്. ഇന്നെനിക്ക് അവർക്കത് ചിലപ്പം തോന്നിയത് കഥയല്ല, അത്തരം യാഥാർത്ഥ്യങ്ങൾ ഇതിനുള്ളിലുണ്ട് എന്ന് തിരിച്ചറിവുള്ളവരായിരിക്കും അവർക്ക്. അതുകൊണ്ടായിരിക്കും അത് അങ്ങനെ വല്ലതും അറിഞ്ഞിട്ട് എഴുതിയ കഥയാണെന്നായിരിക്കും അവരതിനെ കണ്ടിട്ടുണ്ടാവുക. കാരണം കാലം പിന്നീട് തെളിയിക്കായിരുന്നല്ലോ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതിന് അത്തരം ഈ പറഞ്ഞ ആക്രമണങ്ങൾക്ക് പൗരോഹിത്യന്നോ അല്ലെങ്കിൽ സാധാരണക്കാരെന്നോ ഒന്നുമുള്ള വ്യത്യാസങ്ങളും ഇല്ലല്ലോ. സ്ത്രീയുടെ തുറന്ന എഴുത്തുകളെ, പ്രത്യേകിച്ച് പ്രണയത്തെയും ലൈംഗികതയെയും കുറിച്ചൊക്കെ എഴുതുമ്പോൾ
അന്നത്തെ കാലത്ത് സിത്താര എഴുതി തുടങ്ങിയ കാലത്ത് വളരെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയുമാണ് സമൂഹം കണ്ടിരുന്നത്. ഇന്നും വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല അക്കാര്യത്തിൽ. എന്നിരുന്നാലും ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ എങ്ങനെ കാണുന്നു? മാറ്റം വന്നിട്ടുണ്ടോ അതോ അതേപോലെ തന്നെ തുടരുകയാണോ? സ്ത്രീകളിൽ എഴുതുന്നതിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സ്ത്രീകളുടെ എഴുത്തിനോടുള്ള റിയാക്ഷൻസിൽ ഈ പറഞ്ഞിരുന്ന ഒരു മാറ്റവും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അന്ന് ഞാനൊക്കെ എഴുതി തുടങ്ങിയ സമയത്ത് വലിയ മുതിർന്ന എഴുത്ത്, പേര് പറയുന്നില്ല, മുതിർന്ന എഴുത്തുകാരടക്കം പെണ്ണെഴുത്ത് വെറും കണ്ണെഴുത്ത് മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ. പെണ്ണെഴുത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റിനെ പോലും വളരെ വക്രീകരിച്ച് തെറ്റായ രീതിയിലൊക്കെ ആഖ്യാനിക്കപ്പെട്ടു. പെണ്ണെഴുത്ത് എന്നുള്ളത് പെണ്ണെഴുതുന്നത് മാത്രമാണെന്നുള്ള രീതിയിലൊക്കെ വായിക്കപ്പെട്ട അത് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ രീതിയിലൊക്കെ ഒരുപാട്, പിന്നെ കൃഷ്ണനെ പറ്റി മാത്രം കവിതകൾ എഴുതിയിരുന്നാൽ മതി എന്നൊക്കെയുള്ള ചിന്തകൾ അന്ന് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ അത് എഴുത്തിലൂടെ തന്നെ സ്ത്രീകൾ തന്നെ അത് തിരുത്തി കൊണ്ടുവന്നു. ഇന്ന് സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തോടു കൂടി തന്നെ ഒരുപാട് സ്ത്രീകൾ, പെൺകുട്ടികൾ നല്ല രീതിയിൽ എഴുതി മുന്നോട്ടേക്ക് വരുന്നുണ്ട്. പല വിധത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. എന്നാലും അതിനെ അംഗീകരിക്കാൻ ആൾക്കാർക്കൊരു മടി ഇപ്പോഴുമുണ്ട്. തീർച്ചയായിട്ടും അതിനെതിരെ കുറച്ച് കൂടുതൽ വിമർശനങ്ങൾ, സ്ത്രീകൾ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ലൈംഗികതയെ പറ്റി കൂടുതൽ എഴുതുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത്. സ്ത്രീകൾക്ക് അനുഭവങ്ങളില്ല എന്നുള്ള, അതെനിക്ക് തോന്നുന്നു ഒരു സ്ത്രീ തന്നെയാണ് പറഞ്ഞു തന്നത്. സ്ത്രീ എഴുത്തുകാർക്ക് അനുഭവങ്ങളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീടിനുള്ളിലാണല്ലോ, അപ്പൊ പിന്നെ എവിടുന്ന അനുഭവം എന്നായിരിക്കും ചിന്തിക്കുന്നത്. അതെ, വീട് ചുമന്ന് അതിനുള്ളിലുള്ള അനുഭവങ്ങൾ മാത്രം മതി സ്ത്രീക്ക് നന്നായി എഴുതാൻ എന്നുള്ളത്. അപ്പൊ അത് സ്ത്രീകളടക്കമുള്ള നിരൂപകർ അങ്ങനെ വിമർശിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അതിനൊന്നും ഇന്നും ഒരു മാറ്റം വരും തോന്നില്ല. ഇപ്പോഴും ഒരുപാട് സ്ത്രീ എഴുത്തുകാർ ഇന്ന് നല്ല രീതിയിൽ എഴുതി മുന്നേറി വരുന്നുണ്ട്. അവരുടെ പുസ്തകങ്ങൾ ഏറ്റവും വലിയ സന്തോഷം ബെസ്റ്റ് സെല്ലേഴ്സ് ആണ്. ഏറ്റവും നന്നായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, വിറ്റുപോകുന്നുമുണ്ട്. നല്ല ലിറ്ററൽ വാല്യൂ ഉള്ള പുസ്തകങ്ങൾ. എന്നിട്ട് പോലും അവർക്ക് അവരുടെ സ്ഥാനം വെച്ച് കൊണ്ടുപോകാൻ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഒരു പുരുഷ എഴുത്തുകാരന് അതിൻ്റെ ആവശ്യം ഉണ്ടാവുന്നില്ല. സ്ത്രീകളുടെ പുസ്തകങ്ങൾ ഒരുപാട്, നോവലിസ്റ്റുകൾ തന്നെ രാജശ്രീ ആയാലും ഷീലയായാലും ഒരുപാട് പേര് ഇന്ന് നല്ല രീതിയിൽ വളരെ നല്ല പുസ്തകങ്ങളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ എഴുതുന്നുണ്ട്. കഥാകൃത്തുക്കളായാലും ഒരുപാട് നല്ല കഥകൾ വരുന്നുണ്ട്. പുതിയ എഴുത്തുകാരിലും ഒരുപാട് നല്ല എഴുത്തുകാരുണ്ട്. പക്ഷേ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർക്ക് അവരുടെ ആ ഒരു എഴുത്ത് സ്ഥാനം സംരക്ഷിച്ച് നിർത്തണമെങ്കിൽ വലിയ ഫൈറ്റ് നടത്തേണ്ട ഒരവസ്ഥ ഇന്നും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയോ മികച്ച സ്ത്രീ എഴുത്തുകാർ ഇവിടെ ഉണ്ടായിട്ടും പല സാഹിത്യവേദികളിലും ഇന്നും അവരുടെ സാന്നിധ്യം ഉണ്ടാവാറില്ല. അവിടെ വന്നിരിക്കുന്ന ആണെഴുത്തുകാർ അതിനെ ചോദ്യം ചെയ്യാറുമില്ല. പുരോഗമനമൊക്കെ അവരുടെ എഴുത്തിൽ കാണാമെങ്കിലും ഇന്ന് വരെ ചോദ്യം ചെയ്തും കണ്ടിട്ടില്ല. വേദികളിലുള്ള സ്ത്രീ സാന്നിധ്യം വളരെ കുറവാണെന്നുള്ള ഒരു സത്യമാണ്. അത് സ്ത്രീകളുടെ ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ അതിന് കാരണമായിട്ടുണ്ടാവാം. എങ്കിൽ പോലും അതിനെതിരെ അല്ലെങ്കിൽ അതിനെ ഒന്ന് മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഈ വേദികൾ സംഘടിപ്പിക്കുന്നവരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആ വേദികളിൽ പങ്കെടുക്കുന്ന മറ്റെഴുത്തുകാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് കുറച്ചുകൂടി സ്ത്രീകളെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, ഒന്നെങ്കിൽ ഇത്തരത്തിലുള്ള വേദികളിൽ നമ്മൾ പൊടിക്കൊരു സ്ത്രീ എഴുത്തുകാരി ഉണ്ടാവും, കുറെ പുരുഷ എഴുത്തുകാരിമാരുടെ കൂട്ടത്തിലൊരു എഴുത്തുകാരി ഉണ്ടാവും, അല്ലെങ്കിൽ 9 പുരുഷനും ഒരു സ്ത്രീയും ഒക്കെ ആയിട്ട്. അതെ, അല്ലെങ്കിൽ പിന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് സ്ത്രീയുടെ എഴുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളും ചർച്ചകളും ഒക്കെ ഈയിടെ സാഹിത്യോത്സവങ്ങളൊക്കെ ഒരുപാട് കൂടി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീകളെ മാത്രമുള്ള ഒരു വേദി, അതിൽ സ്ത്രീയുടെ എഴുത്തിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഇതിനിടയ്ക്ക് 1-2 ഞാൻ അങ്ങനെ പങ്കെടുക്കുകയുണ്ടായി. പക്ഷെ അത് പങ്കെടുത്തത് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു വേദി എന്നുള്ള നിലയിലാണ് അവിടെ സ്ത്രീകൾ വന്ന് പങ്കെടുക്കുന്നത്. പക്ഷെ എഴുത്തിനെ പറ്റി പൊതുവായി പറയുന്നതിന് അവിടെ പറയുന്നത് സ്ത്രീയുടെ എഴുത്ത്, അവിടെ ഒരു വേർതിരിവായിട്ടാണ് ചർച്ചകൾ പോലും വരുന്നത്. അപ്പൊ ആ വേദികളിൽ പോലും അത്തരം ഒരു എന്താ പറയുക സെഗ്രിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പം അതിനെതിരെ ആ വേദികളിൽ തന്നെ ഇരുന്നു കൊണ്ട് പറയലേ ഇപ്പോൾ എഴുത്തുകാരികൾക്ക് നിവൃത്തിയുള്ളൂ. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയും. ഞാൻ ഇതിനിടയ്ക്ക് കണ്ണൂരൊക്കെ ഒരു ഫെസ്റ്റിവലിൽ ഇതുപോലെ കുറച്ച് പേരുണ്ടായിരുന്നു, എൻ്റെ തലമുറയിലെ എഴുത്തുകാരികൾ. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങളുടെ അനുഭവങ്ങളും എഴുത്തനുഭവങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ
ആ വേദിയിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ, അവരുടെ ക്വസ്റ്റ്യൻസ് വരുമല്ലോ അവസാനം, അതുപോലും നമ്മളെ ഭയങ്കരമായി സങ്കടപ്പെടുത്തുന്ന രീതിയിലാണ്. നിങ്ങൾക്ക് ഇനി എന്ത് സ്വാതന്ത്ര്യം വേണ്ടെന്നൊക്കെ ചോദിക്കുന്നത്. അവർ അത്രയും സ്ത്രീയുടെ എഴുത്ത് അല്ലെങ്കിൽ ആ ഒരു അതിലേക്ക് വരുന്ന സംഘർഷങ്ങളൊന്നും പരിഗണിക്കാത്ത ഒരു വായനക്കൂട്ടം ഇന്നും നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ ഒരു രീതി ഒരു വശത്തുണ്ട്. പിന്നെ സ്ത്രീകളെ ഇല്ലാത്ത, സ്ത്രീ പ്രാതിനിധ്യമേ ഇല്ലാത്ത പല വേദികൾ മാത്രമല്ല, അതുപോലെ തന്നെ ഇപ്പം ഈയിടക്ക് വന്ന ലൈബ്രറി കൗൺസിലിന്റെ അടക്കമുള്ള അല്ലെങ്കിൽ പല പുരോഗമന എഴുത്ത് സംഘടനകളുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ഭരണസമിതികളുടെ കാര്യം എടുത്ത് നോക്കിയാൽ അതിൽ പൊടിക്ക് പോലും ഒരു സ്ത്രീ ഇല്ലാത്ത അവസ്ഥ ഇന്ന് കാണാവുന്നതാണ്. അതെ. അതിന് അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഇതിനൊന്നും താല്പര്യമുള്ള സ്ത്രീകളെ നമുക്ക് കിട്ടുന്നില്ല. അതൊക്കെ വെറുതെ പറയുന്നത്. താല്പര്യമില്ലായിരിക്കാം. എനിക്കത് ആ സത്യം പറഞ്ഞ ആ ഒരു അത്തരത്തിലുള്ള കാര്യത്തിലൊന്നും താല്പര്യമില്ലാത്തൊരു എഴുത്തുകാരിയാണ് ഞാൻ. പക്ഷെ അങ്ങനെ താല്പര്യമുള്ള നിരവധി പേരുണ്ട് എന്നുള്ളതാണ് സത്യം. അതിൽ കഴിവുള്ളവരുണ്ട്. ആ ഒരു അങ്ങനെ ഒരു എഴുത്ത് സംഘടനകളുടെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഭരണസമിതികളുടെയോ ഒക്കെ തലപ്പത്ത് ഒക്കെ ഇരിക്കാനുള്ള കഴിവും ആഗ്രഹവും ഒക്കെയുള്ള നിരവധി സ്ത്രീ എഴുത്തുകാരികൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നിട്ടും അവർക്കൊന്നും ആ ഒരു രീതിയിലുള്ള അവസരങ്ങളും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനെതിരെ ഇവിടുത്തെ പുരോഗമനമൊക്കെ എഴുത്തിൽ കാണിച്ചിട്ടുള്ള ആണുങ്ങളായിട്ടുള്ള എഴുത്തുകാർ പോലും പ്രതികരിച്ച് കാണുന്നില്ല. ഒരിക്കലും പ്രതികരിക്കുന്നില്ല. വളരെ അപൂർവമായിട്ട്, അതും സ്ത്രീകൾ വളരെ ശക്തമായി പ്രതികരിക്കുമ്പോൾ മാത്രം ഒന്നോ രണ്ടോ വരിയൊക്കെ അവിടെയും ഇവിടെയും കാണുന്നു. പിന്നെ മിക്കവർക്കും അവരവർക്ക് കിട്ടുന്ന ചാൻസുകളായിരിക്കാം വലുത്. അതുകൊണ്ടായിരിക്കാം പലരും പ്രതികരിച്ചാൽ ആ ചാൻസ് ഇടം അത് നിലനിർത്തുക എന്നുള്ള ഒരു കാര്യമായിരിക്കും അവർക്ക് പ്രധാനം. അതുകൊണ്ടായിരിക്കാം പലരും ഇതിൽ പ്രതികരിക്കാൻ മടിക്കുന്നത്. എങ്കിൽ പോലും ഒരു വളരെ വലിയ രീതിയിലുള്ള ഒരു മാറ്റി നിർത്തൽ കാണുമ്പോൾ ഒരു സമൂഹജീവി എന്ന നിലയിൽ അല്ലെങ്കിൽ എഴുത്ത് സമൂഹത്തിന്റെ ഭാഗമായ ഒരാൾ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും പ്രതികരണങ്ങൾ മറുവിഭാഗത്തിൽ നിന്നും ഉണ്ടാകേണ്ടതാണ് എന്ന് കരുതുന്നു. എന്നിട്ട് പ്രതികരിക്കുന്ന സ്ത്രീകളും നിങ്ങളുടെ പരാതി തീരുന്നില്ലല്ലോ. അതെ, സ്ത്രീകൾക്ക് എല്ലാത്തിനും പരാതിയാണ് എന്നുള്ള രീതിയിലാണ് പലരും കാണുന്നത്. പരിഹാസം ഇന്നും പലരിലും ഉണ്ട്. അത് നമുക്ക് പ്രകടമാവുന്ന രീതിയിൽ തന്നെ പല ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഇന്നലെയും കൂടി ഞാനൊരു പോസ്റ്റ് വായിച്ചതേ ഉള്ളൂ, നേരത്തെ പോകുന്ന സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ്. അപ്പൊ അങ്ങനെ പല രീതികളിലും, അതും എഴുത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന നമ്മൾ വലിയ എഴുത്തുകാരെന്നൊക്കെ കരുതുന്ന ആൾക്കാരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നതാണ് ഏറെ സങ്കടകരം. ഇന്ദുമേനോൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, എനിക്കൊരു ഭാര്യയെ തരൂ, ഞാൻ മികച്ച കഥകൾ എഴുതാം എന്നുള്ളത്. അതൊരു സത്യത്തിൽ കോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു വാചകം തന്നെയാണ്. അത്തരമൊരു സാഹചര്യം സ്ത്രീകൾക്കുണ്ട് താനും എഴുത്തിൽ. ഒരുപാട് കാര്യങ്ങളെ വീടിനുള്ളിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് എഴുതുന്നത്. ഇന്ന് ഒരുപാട് സ്ത്രീകൾ അവരുടെ ആത്മാവിനെ, ഹൃദയത്തെ തുറന്ന് എഴുതിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. എഴുത്തിൽ ഒരുപാട് ഘാതങ്ങൾ മുന്നേറിയിട്ടുണ്ട് ഓരോ എഴുത്തുകാരിയും. പക്ഷേ അവർക്ക് നിരവധി പോരാട്ടങ്ങൾക്കിടയിലൂടെ മാത്രമാണ് ഈ ഒരു എഴുത്ത് എന്നുള്ള പ്രക്രിയ സാധ്യമാകുന്നത്. നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞ പോലെ വീട് തലയിൽ ചുമന്ന് നടക്കുന്നവരാണ് മിക്കവാറും എല്ലാ സ്ത്രീകളും. ഇപ്പം ഞാനടക്കമുള്ളവർക്ക് പല പല കാര്യങ്ങൾക്കിടയിൽ ഇരുന്ന് വേണം നമുക്ക് എന്തെങ്കിലും എഴുതാനായിട്ട് നോക്കാൻ. പുരുഷന്മാർക്കും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് തുച്ഛമാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എഴുത്ത് എന്നുള്ളൊരു പ്രക്രിയ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഭൗതികമായിട്ടുള്ള പ്രക്രിയയാവും, അതിൻ്റെ ഒരു തിങ്കിങ് പ്രോസസ്സ് അതടക്കമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ഒരു കഥ, ഇപ്പോൾ എനിക്കാണെങ്കിൽ ഒരു കഥ എഴുതി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അതിൻ്റെ ഇടയിൽ ഒരു 100 കാര്യങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഒരു സാധാരണ സ്ത്രീ, ഞാനൊരു സാധാരണ സ്ത്രീ തന്നെയാണ്, എങ്കിലും എനിക്ക് എൻ്റെ വീട്ടിൽ കുറച്ചും കൂടി എനിക്ക് പൊരുതി നിൽക്കാനുള്ള ചുറ്റുപാടുകളുണ്ട്. എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡമുണ്ട്. പക്ഷേ മിക്ക എഴുത്തുകാരികൾക്കും ഇന്നും അതില്ല എന്നുള്ളതാണ് സത്യം. എഴുതാനുള്ള സാഹചര്യങ്ങളില്ല. ജോലികളൊക്കെ തീർത്തിട്ട് എഴുതാനിരിക്കുന്ന ഒരുപാട് പേർ എൻ്റെ അറിവിലുണ്ട്. അതുപോലെ പരിപാടികൾക്ക് പോകാൻ അനുവാദം കിട്ടാത്തവരുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിന് ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡ് കിട്ടി, അത് വാങ്ങാൻ പോകാൻ സമ്മതിക്കാത്ത ഭർത്താക്കന്മാരും ഉണ്ട്.
അപ്പം ഇത്തരത്തിലുള്ള നിരവധി പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതിക്കൊണ്ട് വേണം ഒരു സ്ത്രീക്ക് എഴുത്തിലൂടെ മുന്നോട്ട് പോകാൻ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഈ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഓരോ തരത്തിൽ അല്ലെങ്കിൽ പല പല രീതികളിൽ ഈ പ്രശ്നങ്ങൾ എല്ലാ സ്ത്രീകളും എല്ലാ എഴുത്തുകാരികളും നേരിടുന്നുണ്ട്, ഇന്നും നേരിടുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. ചിലപ്പോഴൊക്കെ ഈ ക്യാമ്പുകൾക്കൊക്കെ പോകുമ്പോൾ വനിതകളുടെ ഇതിനിടെ കുടുംബശ്രീയുടെ ഒക്കെ ക്യാമ്പിനൊക്കെ ഞാനങ്ങനെ പൊതുവെ പോകാറില്ല പ്രോഗ്രാംസിന്. എന്നാലും വല്ലപ്പോഴൊക്കെ പോകുന്ന സമയത്ത് അവിടെ പെൺകുട്ടികൾ എഴുത്തുകാരികൾ എന്നോട് പറയാറുണ്ട്, എത്ര കഷ്ടപ്പെട്ടാണെന്നറിയോ ചേച്ചി ഈ ക്യാമ്പിന് വന്നത്, വീട്ടിലത്രയും പ്രശ്നങ്ങളാണ്, ഈ 2 ദിവസം എവിടെ പോകുന്നു, 100 ക്വസ്റ്റ്യൻസ് ആണ്. ഈ എഴുത്തിൻ്റെതായ ഒരു ക്യാമ്പിലേക്കാണ് അവർ വരുന്നത്. അത്രയും മെൻ്റലി അവർക്ക് അത്രയും അതിൽ സമർപ്പിച്ച എഴുത്തിനോടുള്ള ആഗ്രഹം കൊണ്ട് അത്രയും സന്തോഷത്തോടു കൂടിയിട്ടാണ് അവർ ആ ക്യാമ്പിലോട്ട് വരുന്നത്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരിടേണ്ടി വരുന്ന ക്വസ്റ്റ്യൻ 2 ദിവസം എവിടെ അഴിഞ്ഞാടാൻ പോവുകയാണ് എന്നുള്ളതാണ്. ആ ക്വസ്റ്റ്യൻ കേട്ടുകൊണ്ട് വരുന്നവർ ആ കുട്ടിയുടെ മനോനില എന്തായിരിക്കും എന്നുള്ളത് അവർ ആലോചിക്കുന്നില്ല. അപ്പൊ അത്തരത്തിൽ അവര് അത് ഒരുപക്ഷെ ആ കുട്ടീനെ തളർത്താൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കാം, ശരിക്കും അങ്ങനെ ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല. എങ്കിൽ പോലും അത്തരത്തിലുള്ള ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന നിരവധി പുതിയ എഴുത്തുകാരികൾ ഇന്നുണ്ട്. ഇതുപോലെ ഒരുപാട് പരിപാടികൾക്ക് പോകുമ്പോഴൊക്കെ പറയാറുണ്ട്, എന്നെ ഈ ക്യാമ്പിന് വിട്ടില്ല, ആ പരിപാടിക്ക് പോകാൻ എന്നെ വിട്ടില്ല, എന്തിനാ എപ്പോഴും പോകുന്നത്, അതിന് പോയില്ലേ, പിന്നെയും എന്തിനാ ഇതിന് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ചില പെൺകുട്ടികൾ പറയാറുണ്ട്, അതിനെ ഒന്നും മൈൻഡ് ചെയ്യില്ല, പറയുന്നെങ്കിൽ പറയട്ടെ, 1 പ്രാവശ്യം പറയും, 2 പ്രാവശ്യം പറയും, 3ാമത്തെ പ്രാവശ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവർ മിണ്ടാതെ ആവും. അപ്പൊ അത്തരത്തിൽ പക്ഷെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ എല്ലാ പെൺകുട്ടികൾക്കും സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് അവരുടെ എഴുത്ത് ജീവിതത്തെയും അവരുടെ എഴുത്തുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള സാമൂഹിക ഈ ക്യാമ്പുകൾക്ക് പോവുക, പരിപാടികൾക്ക് പോവുക, അത്തരത്തിലുള്ള പ്രവൃത്തികളെയൊക്കെ ബാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ മുതിർന്ന തലമുറയിലുള്ള എഴുത്തുകാരികളും ഒക്കെ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്ന് അവർ തന്നെ പലരും തുറന്നെഴുതിയിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും അവർ നേരിട്ടിട്ടുള്ള കഷ്ടപ്പാടുകളും എഴുത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നിട്ടുള്ള സങ്കടങ്ങളും. പലരും എഴുത്ത് നിർത്തി, പലരും ബ്രേക്ക് എടുത്തു. ഇത്തരത്തിൽ പണ്ടൊക്കെ നന്നായിട്ട് എഴുതിയിരുന്ന പലരും ഇന്ന് എഴുതുന്നില്ല. അതെ, നല്ല എൻ്റെ പപ്പയൊക്കെ പറയുന്നു, മറിയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ എഴുത്തുകാരിയുടെ പേര് പറയുമായിരുന്നു. വളരെ നന്നായിട്ട് എഴുതിയിരുന്നു. അവരുടെ ഒന്നും പിന്നെ പേരേ കേട്ടിട്ടില്ല. പിന്നെ മത്സരങ്ങളിലൊക്കെ സമ്മാനം കിട്ടുന്ന പലരും അവരുടെ പേരുകൾ ഇന്ന് കേൾക്കാനില്ല. അപ്പൊ അത്തരത്തിൽ പലരും ഇന്ന് നിശബ്ദരായിട്ടുണ്ട്. അവരൊന്നും വെറുതെ നിശബ്ദരായതാവില്ല. അത് എനിക്ക് ഈ പൊതുവെയുള്ള അനുഭവങ്ങളിൽ നിന്ന് പറയാനാവും. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ട് വേണം ഈ എഴുത്ത് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. സ്ത്രീകൾക്ക് മാത്രം നേരിടേണ്ടി വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവരെഴുതുന്ന വിഷയങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. പല കഥകളും വായിച്ചത് അവരുടെ ജീവിതത്തിൽ നടന്നതാണ്. അത് പണ്ട് മാധവിക്കുട്ടിയുടെ കാലം തൊട്ടേ തുടർന്ന് വരുന്നതാണ്. അതിനിന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. വായിക്കുന്ന കഥ അവരുടെ കഥയായിട്ട് വ്യാഖ്യാനിക്കുക. എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട്, ആ കഥ വായിച്ചിട്ട് പിന്നെ ബന്ധുക്കളൊക്കെ വിളിച്ച്, എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം, അവള് വേറെ ഏതൊരു കഥ എഴുതിയതാണ്. അപ്പോൾ അവര് ധരിച്ചിരിക്കുന്ന ഇവളുടെ ജീവിതത്തിൽ നടന്ന സംഭവമായിട്ടാണ്. എന്താ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം, ഡിവോഴ്സ് ആണോ എന്നൊക്കെ രീതിയിൽ പലരും വിളിച്ച് ചോദിക്കുകയൊക്കെ. അപ്പം ഇന്നും ഒരുപക്ഷെ ഒരു പുരുഷ എഴുത്തുകാരനാണെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യം നേരിടേണ്ടി വരില്ലായിരുന്നു. ഇത്രയും വർഷങ്ങളായിട്ടും ആ ഒരു ചിന്താഗതിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളും എഴുതാൻ പല സ്ത്രീകളും മടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് എഴുത്തിനെ വല്ലാതെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. നമുക്ക് ഇഷ്ടമുള്ള വിഷയത്തെപ്പറ്റി എഴുതാൻ പറ്റുന്നില്ല എന്ന് വരുന്നത് തന്നെ എഴുത്തിൻ്റെ ഒരു ചിറകരിയുന്ന പോലത്തെ ഒരു സംഭവമാണ്. അത് സ്ത്രീകൾക്ക് മാത്രം നേരിടേണ്ടി വരുന്ന ഒരു ചിറകരിയലാണ്. അത് ഇന്നും അതുപോലെ തന്നെ നടന്നു പോകുന്നുണ്ട്. എന്തായിരുന്നു സിത്താരയുടെ ഒരു എഴുത്തിൻ്റെ ചുറ്റുപാട്? എനിക്ക് പൊതുവെ അത്യാവശ്യം പ്രിവിലേജുകൾ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതെൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം എനിക്കറിയുന്ന പല എഴുത്തുകാരികൾക്കും ആ ഒരു പ്രിവിലേജുകൾ ഇല്ലാത്തവരാണ്. പ്രിവിലേജ് എന്ന് വെച്ചാൽ വലിയ പ്രിവിലേജുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചുരുങ്ങിയത് എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങളും വീട്ടുജോലികളും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ അതിന് ഒരു എതിർപ്പ് എനിക്ക് നേരിടേണ്ടി വരാറില്ല. അത്തരത്തിലൊരു സാഹചര്യം എൻ്റെ വീട്ടിൽ എനിക്കുണ്ട്. അത് പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും അതുണ്ട്. എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി എടുക്കേണ്ടവയാണെന്ന് തോന്നുന്നുണ്ട്.
അതിൽ എല്ലായ്പ്പോഴും നമ്മൾ വിജയിക്കണമെന്നില്ല. എങ്കിൽ പോലും ഞാൻ പലപ്പോഴും പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട് ഒരു കാര്യം, ഞാൻ ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം ഞാൻ നേടിയെടുത്തതാണ്, എനിക്കാരും തന്നതല്ല. കാരണം ഞാൻ ചെറുപ്പം തൊട്ട് എനിക്കത് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനാരും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരില്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്ന വീടുകളുണ്ടാവാം. അപ്പോൾ അത് വലിയൊരു സ്ട്രഗിൾ അവിടെ ഉണ്ടാക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ള പല വീടുകളും ഉണ്ട്. അപ്പോൾ എഴുത്തുകാരികൾക്ക് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യലുകളൊക്കെ നേരിട്ടിട്ട് വേണം എഴുത്തിൽ വരാൻ. പക്ഷെ എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും പൊതുവെ ഉണ്ടായിട്ടില്ല. എങ്കിലും ഈ പറഞ്ഞ ഭാരങ്ങളും ഉത്തരവാദിത്തങ്ങളും എവിടെയെങ്കിലും ഇന്നിപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് വേണമായിരുന്നു എനിക്ക് വരാൻ. പുരുഷനാണെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ അത് ഇനിയിപ്പോൾ നമ്മളത് ചെയ്യാതെ നിവൃത്തിയില്ല എന്നുള്ളൊരു കണ്ടീഷനിങ്ങിലേക്ക് സമൂഹം ഒരുപക്ഷെ നമ്മളെ കൊണ്ട് ചെന്ന് എത്തിച്ചത് കൊണ്ടും ആവാം. പിന്നെ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് പൊതുവെ ഒരല്പം മൃദുല ഹൃദയരാണ്. നമ്മുടെ വീട്ടുകാർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തില്ലെങ്കിൽ അവർ വിഷമിക്കുമല്ലോ എന്നൊക്കെയുള്ളൊരു സങ്കടം നമ്മുടെ മനസ്സിൽ കിടക്കും. ഇപ്പം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലൊന്നും ചെയ്യാണ്ട് വന്നെങ്കിൽ അയ്യോ എൻ്റെ വയസ്സായ അച്ഛനും അമ്മയും അവർക്ക് ഫുഡ് ഉണ്ടാവില്ലല്ലോ, അല്ല എൻ്റെ വയ്യാത്ത മോനെ ഇട്ട് വന്ന് അവന് കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലല്ലോ എന്നൊക്കെയുള്ളൊരു സങ്കടം എന്നെ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കും. അത് എനിക്ക് തോന്നുന്ന ഒരു സ്ത്രീയുടെ ഒരു മെൻ്റൽ കണ്ടീഷനിങ് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാവാം അത്. പുരുഷൻ അത്രയും ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു കുറ്റബോധം സ്വന്തം കുടുംബത്തിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ള ചിന്തയിൽ നിന്നുണ്ടാവുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ത്രീകൾക്ക് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എഴുത്തുകാർ സമൂഹത്തിലെ അനീതികളോട് പ്രതികരിക്കണമെന്ന വാദത്തെ എങ്ങനെ കാണുന്നു? അത് പണ്ട് എം മുകുന്ദനാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ളത്. ഓരോ ഇഷ്യൂ വരുമ്പോഴും ഞങ്ങൾ അലാറം വെച്ച് പ്രതികരിക്കേണ്ടവരല്ല എഴുത്തുകാർ എന്നുള്ള രീതി, അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയത് ഓർമ്മയുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ ഇന്നും അതുപോലെ എന്ത് വിഷയത്തെക്കുറിച്ചായാലും എഴുത്തുകാർ അതിനോട് പ്രതികരിച്ചേ ഒക്കൂ എന്നൊക്കെ പറയുന്ന രീതി, അതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അവരവരുടേതായ രാഷ്ട്രീയങ്ങളുണ്ടാവും, അവരുടേതായ ചിന്തകളും ശരികളും ശരികേടുകളും ഒക്കെ ഉണ്ടാവാം, അതിനനുസരിച്ചുള്ള അഭിപ്രായങ്ങളുണ്ടാവാം. അത് പറയണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. ഇനി ഒരു എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തുള്ള കാര്യം, അത് എഴുത്ത് എന്നുള്ളത് ഒരിക്കലും ഒരു സാമൂഹ്യ പ്രവർത്തനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു രീതിയിൽ. അതൊരു മുദ്രാവാക്യം വിളിയോ അല്ലെങ്കിൽ ഒരു റിഫോർമേറ്റീവ് അങ്ങനെയായിട്ടുള്ളൊരു ഇതുമല്ല. അത് കൂടുതൽ ഇമോഷനായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു സാമൂഹ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സംബന്ധിച്ച് ഒരു കഥയോ അല്ലെങ്കിൽ നോവലോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സമൂഹത്തെ വായനാ സമൂഹത്തെ പോസിറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു കഴിവ് ഒരു കൃതിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഏതൊക്കെയോ രീതിയിൽ വായിക്കുന്ന ആളുടെ മനസ്സിൽ ചെറിയ ചില ചലനങ്ങളെങ്കിലും ഉണ്ടാക്കാൻ എഴുത്തിനാകും. പക്ഷെ അതൊരു വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കൃതികൾക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചൊന്നും വരുത്താൻ സാധിക്കുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വിചാരിക്കാത്തവരുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും ഈ പറഞ്ഞ രീതിയിൽ സാമൂഹിക പ്രശ്നങ്ങളെ പറ്റി കൂടുതൽ എഴുതുമ്പോൾ എഴുത്തുകളിലൂടെ അത് വായിക്കുന്ന ഒരാളുടെയെങ്കിലും മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു സാഹിത്യകൃതിയുടെ ഒരു വിജയമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ അത് അങ്ങനെ പ്രതികരിച്ചേ ഒക്കൂ അല്ലെങ്കിൽ അതിനെപ്പറ്റി എഴുതിയേ ഒക്കൂ എന്നുള്ള ഒരു നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരിക്കലും നിയമങ്ങളെ വെച്ച് ചെയ്യുന്ന ഒന്നല്ല എഴുത്തത്. ഇമോഷണലായിട്ടുള്ള ഒരു സംഭവമാണ്. അത് എഴുത്തുകാരൻ്റെ തികച്ചും അത് എഴുത്തുകാരുടെ മാത്രം സ്വാതന്ത്ര്യമാണ് എഴുത്തെന്നുള്ളത്. അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ഏത് വിഷയത്തെപ്പറ്റിയാണ് അല്ലെങ്കിൽ ഏത് പശ്ചാത്തലത്തിലാവണം എന്നൊക്കെയുള്ളത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എഴുത്തുകാരിക്ക് അല്ലെങ്കിൽ എഴുത്തുകാരനുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് വരുന്നത്. പരസ്പരം ചളിവാരി എറിയുന്നൊരു കാഴ്ച ഇപ്പം സ്ഥിരം സാഹിത്യരംഗത്ത് കാണുന്നുണ്ട്. എഴുത്തുകാർ തന്നെ എഴുത്തുകാരെ വിമർശിക്കുക എന്നല്ല, വിമർശനത്തിനും അപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ള വളരെ ശരിയാണ്. കാരണം ഒരുപാട് സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 3-4 വർഷങ്ങളായിട്ട് ആ ഒരു പ്രവണത വളരെ കൂടിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പണ്ടുണ്ടായിരുന്ന ഒരു പരസ്പര ബഹുമാനം അല്ലെങ്കിൽ ഒരു ടോളറൻസ് അതൊന്നും ഇന്ന് എഴുത്തിൽ അത് വളരെ വേഗത്തിൽ വെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് അത്ഭുതം തോന്നിപ്പോൾ. വളരെ നമ്മൾ ഗുരുസ്ഥാനീയ
ഭീകരരായിട്ടൊക്കെ കാണുന്ന ചിലരെ ഒക്കെ എന്തെങ്കിലും ചെറിയ കാര്യത്തിൻ്റെ പേരിലായിരിക്കാം ഭയങ്കരമായി വിമർശിക്കുകയും തെറി പറയുകയും, അതും ഈ പറയുന്ന ആൾക്കാർ തന്നെ നമ്മൾ എഴുത്തിലും വായനയിലും ഒക്കെ ഇതായി നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. അതെ. അത് എനിക്കത് അതിശയം തോന്നാറുണ്ട്. എങ്ങനെ ഇത്രയും പരസ്പര ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഒരു ലോകത്തിലേക്ക് എഴുത്തും കൂടെ വന്നു പോയല്ലോ എന്നുള്ളൊരു സങ്കടം, സത്യം അത് വലിയൊരു സങ്കടമായിട്ട് ഇങ്ങനെയുള്ള ഓരോ ഇഷ്യൂ വരുമ്പോഴും എനിക്കത് തോന്നാറുണ്ട്. അത് ആരും അതിൽ നിന്ന് മുക്തരല്ല എന്നുള്ളതാണ്. ഇവൻ മരിച്ചപ്പോൾ പോലും കണ്ടില്ലേ, എത്ര വലിയ രീതിയിലുള്ള ഒരു മരിച്ച എന്നുള്ള ഒരു ബഹുമാനം പോലും കാണിക്കാതെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ വ്യക്തിപരമായിട്ടും ഒക്കെ അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് നേരിടേണ്ടി. MTക്ക് പോലും അങ്ങനെ സംഭവിക്കാമെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനില്ല. അപ്പം അത്തരത്തിലുള്ള, അപ്പം പിന്നെ എല്ലാ രീതിയിലും എഴുത്തുകാർക്കെതിരെ പരസ്പരം എന്തും പറയാമെന്നുള്ള ഒരു അവസ്ഥ സാധാരണ നമ്മൾ കാണാറ് ഈ സിനിമ പോസ്റ്റുകൾക്കടിയിലും അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ പോസ്റ്റുകൾക്കടിയിലും ഒക്കെയാണ് ഇത്തരത്തിലുള്ള പരസ്പരം ഒരു ബഹുമാനം ഇല്ലാത്ത അഭിസംബോധനകളും പെരുമാറ്റങ്ങളും അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ കാണാറുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ എഴുത്ത് ലോകത്തിലേക്കും അത് എന്താ പറയുക ഇഴഞ്ഞു കയറിയിരിക്കുകയാണ്. അത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതെ, പലപ്പോഴും നമുക്കൊക്കെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും എഴുത്ത് വായിച്ചിട്ട് നമ്മൾ ആരാധിക്കുന്ന എഴുത്തുകാരാണല്ലോ. അവരിൽ നിന്നൊക്കെ ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ പലപ്പോഴും ആ എഴുത്തിനോട് പോലും നമുക്കൊരു അകൽച്ച തോന്നുകയാണ് എന്നുള്ളതാണ്. ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. അത് ഏത് രീതിയിലാണ് നമ്മൾ ഇതുവരെയുള്ള എഴുത്ത് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ മാത്രമാണ്. വളരെ അപൂർവമായിട്ട് അങ്ങനെ അല്ലാത്തത്, അതും നമ്മൾ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അല്ലാണ്ട് നല്ല ആൾക്കാർ കുറച്ചും കൂടി മോശമായിട്ട് നമ്മളോട് പെരുമാറിയിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പോൾ അത് ആകെ മാറി മറിഞ്ഞു ഉള്ളൊരു ഇതാണ്. പുതിയ എഴുത്തുകാരെ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ട് പുതിയ എഴുത്തുകാർ പക്ഷെ അതൊന്നും കൂട്ടാക്കുന്നില്ല. അവരെഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരവരുടെ പുസ്തകങ്ങൾ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. കാരണം വായന മരിക്കുന്നു, എഴുത്തും മരിക്കുന്നു എന്നൊക്കെ കുറേ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്നും പുസ്തകങ്ങൾ ഒരുപാട് വിറ്റുപോവുകയും നന്നായി വായിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതും നല്ല ക്വാളിറ്റി ഉള്ള പുസ്തകങ്ങൾ വായിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ അല്ലാത്തവയുണ്ട്, അത് ഞാൻ പറയും. അക്കൂട്ടത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള എഴുത്തുകാരും ഉണ്ട്, യുവ എഴുത്തുകാർ പ്രത്യേകിച്ച്. ഞാൻ അവരെയൊക്കെ അവരുടെ ഒരു വളർച്ചയും അവരുടെ യാത്രയൊക്കെ സന്തോഷത്തോടെ അഭിമാനത്തോടെയൊക്കെ കാണുന്ന ഒരാളാണ്. അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇത്തരത്തിൽ ചെറുപ്പക്കാർക്കിടയിൽ ഈ പറഞ്ഞ ഒരു ഈ തൊഴുത്തിൽ കുത്തും ഈ ചെളിവാരിയിലും കുറച്ച് കുറവാണെന്ന് തോന്നുന്നുണ്ട്. മുതിർന്നവരാണ് അവർക്ക്. എനിക്ക് തോന്നുന്നു ഇത്രയും വർഷങ്ങളായിട്ട് ഈ അടക്കി വെച്ച് ചില ഫ്രസ്ട്രേഷൻസ് ഒക്കെ പുറത്തെടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എൻ ശശിധരൻ എന്ന എഴുത്തുകാരനെ, നാടകകൃത്തിനെ, തിരക്കഥാകൃത്തിനെ ഞങ്ങൾക്കറിയാം. പക്ഷേ എൻ ശശിധരൻ എന്ന അച്ഛനെ കുറിച്ച് സത്യം പറഞ്ഞാൽ എൻ്റെ എഴുത്ത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ് അച്ഛൻ. കാരണം എൻ്റെ ഒരു വായനാശീലത്തെ ഏറ്റവും അധികം വളർത്തിക്കൊണ്ടുവന്ന ഒരാൾ അച്ഛനാണ്. അച്ഛൻ ഒരുപാട് പുസ്തകങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തന്നതുകൊണ്ടാണ് ഞാൻ വായനയുടെ ലോകത്തേക്ക് എത്തിയതും അക്ഷരങ്ങളോട് എനിക്കൊരു സ്നേഹം ഉണ്ടായതും. ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അച്ഛൻ. അപ്പോൾ എന്തെങ്കിലും പ്രസിദ്ധീകരിച്ച് വന്നാൽ എനിക്കിപ്പോഴും ടെൻഷനാണ് അച്ഛന് വായിക്കാൻ കൊടുക്കാൻ. എന്ത് പറയാൻ അറിയില്ല. ചിലപ്പോൾ അത് ഉള്ളതുപോലെ പറയും അച്ഛൻ. നന്നായില്ലെങ്കിൽ ഇത് അത്ര നന്നായില്ല എന്ന് പറയും, അല്ലെങ്കിൽ ഇത് ആ കഥ ശരിയായില്ല എന്ന് പറയും. പിന്നെ ഇഷ്ടപ്പെട്ടാൽ അതും പറയും. ചിലപ്പോൾ പറയും, ചില കഥകൾ അയച്ചു കൊടുത്താൽ പറയും പപ്പ ഈസ് പ്രൗഡ് ഓഫ് യു എന്ന് പറയും. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇപ്പം ആൾക്ക് കുറച്ച് വായനയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ആരോഗ്യപരമായ നല്ലൊരു വായനക്കാരൻ. നല്ല വായനക്കാരൻ വെച്ചാൽ എല്ലാ സമയത്തും പുസ്തകങ്ങളാണ് വീട്ടില്, പുസ്തകങ്ങളാണ് ശ്വസിക്കുന്നത് എന്ന് പറയാം. ജീവിതം പല പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ് സിത്താര. ഉള്ളിലെ ധൈര്യം കൊണ്ട് അതിനെയൊക്കെ അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. അസുഖകാലം പോലും അങ്ങനെ അതിജീവിച്ച് വന്ന ഒരാളാണ്. ജീവിതത്തിൽ എപ്പോഴും ഓരോരോ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. സ്മൂത്തായിട്ട് പോയ ഒരു ലൈഫ് ഉണ്ടായിട്ടില്ല.
പക്ഷേ അതേസമയം തന്നെ ജീവിതത്തെ ഒരുപാട് സ്നേഹിച്ച അല്ലെ സ്നേഹിക്കുന്ന ഒരാളാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് എൻ്റെ മോട്ടോ. അപ്പോൾ ഏത് രീതിയിലായാലും പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് എങ്ങനെയോ പ്രകൃതി നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അർബുദം വന്നു. അത് വലിയൊരു വഴിത്തിരിവായിരുന്നു ജീവിതത്തിൽ. 3ാമത്തെ സ്റ്റേജിലെത്തിയ അർബുദം, അറിയാൻ വൈകിയ അർബുദം. അന്ന് എൻ്റെ മോന് 6 മാസം പ്രായമേ ഉള്ളൂ. ഒരുപാട് പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഗാർഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ, എല്ലാം ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ഈ അസുഖം കൂടി വന്നു. എഴുത്തൊക്കെ മുടങ്ങി. ഞാൻ ഒരു എഴുത്തുകാരിയായിരുന്നു എന്നുള്ളൊരു കാര്യം പോലും മറന്നുപോയ, ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, മറന്നുപോയ ഒരു കാലമായിരുന്നു അത്. പക്ഷേ ഏതൊക്കെയോ രീതിയിൽ ആ ഒരു കാലം എന്നെ വേറൊരാളാക്കി എന്ന് പറയാം. ജീവിതത്തിൻ്റെ ഒരു നശ്വരതയെ പറ്റി നമുക്ക് ഒരു അസുഖം വരുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും ആർക്കായാലും. ജീവിതം എത്ര മനോഹരം, നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും എത്ര വിലപ്പെട്ടതാണ് എന്നുള്ള ഒരു അറിവ് ക്യാൻസർ വന്നപ്പോൾ. പിന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കഴിവ് കൂടി എന്ന് തോന്നുന്നു. എല്ലാ കാര്യങ്ങളെയും കുറച്ചും കൂടി പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു കഴിവ്. ഒരു വലിയൊരു ദുരിതകാലം തന്നെയായിരുന്നു. ഏതാണ്ട് 1 വർഷത്തോളം ക്യാൻസർ ചികിത്സയും കീമോയും അതിൻ്റേതായിട്ടുള്ള മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളും നിരവധി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അത് പബ്ലിക്കായിട്ട് പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്ന് പൊതുവെ ക്യാൻസർ വന്നാൽ അത് പറയുന്നുണ്ട് പലരും. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു പൊതുവെ ക്യാൻസർ എന്നുള്ളത് എന്തോ മറച്ചു വെക്കാനുള്ള ഒരു അസുഖമാണ്. അത് ക്യാൻസർ വന്നാൽ ആരും പറയില്ല, പുറത്ത് പറയില്ല, വീട്ടിലടച്ചിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു അധികം മുമ്പൊന്നുമല്ല, എനിക്ക് തോന്നുന്നു 10-11 വർഷം മുമ്പാലത്തെ കാര്യമാണ്. അന്ന് പോലും അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നിലവിലുണ്ടായിരുന്നു. ഞാൻ അന്ന് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ക്യാൻസർ പിടിപെട്ടതിനെ പറ്റി. അന്ന് എനിക്ക് നിരവധി മെസ്സേജുകൾ വന്നു, എന്തിനാ പറഞ്ഞത് പബ്ലിക്കായിട്ട്, അങ്ങനെ പറയരുത്, എങ്ങനെ അത് നിങ്ങളുടെ ഒരു ഇതല്ലേ, ആരും അങ്ങനെ പറയില്ല എന്നൊക്കെ. പക്ഷെ ഞാനത് കൂട്ടാക്കിയില്ല. എന്തുകൊണ്ട് ഞാൻ പറയാണ്ടിരിക്കണം? ഞാനത് മറച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല. എനിക്ക് വന്ന ഒരു അസുഖം, അത് മറച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല. അതിനെ ഞാൻ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു കർത്തവ്യം കൂടിയാണ് ഞാൻ കരുതി. ഞാൻ ആ ചോദ്യം ഇവിടെ ചോദിച്ചതും അതുകൊണ്ടുകൂടിയാണ്. അതെ. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു രീതിയിലുള്ള റിയാക്ഷൻസും എനിക്ക് കിട്ടാൻ തുടങ്ങി. ചേച്ചി അന്ന് അങ്ങനെ എഴുതിയപ്പോഴാണ് എനിക്കൊരു എടുത്ത് പറയാനുള്ള ധൈര്യം വന്നത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള. പിന്നെ പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ മാറി കേട്ടോ. ഇന്നിപ്പോൾ അങ്ങനെ അതൊരു വലിയൊരു വിഷയമായിട്ടത് ആൾക്കാർ കാണുന്നില്ല. അതൊരു സാധാരണ അസുഖം, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം, പ്രശ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അതൊരു മറച്ചു വെക്കപ്പെടേണ്ട ഒരു അസുഖമായിട്ട് ഇന്ന് ആരും കാണുന്നില്ല. പിന്നെ ആ ഒരു ക്യാൻസർ ചികിത്സ എന്നുള്ള ഒരു ഇതും, പ്രത്യേകിച്ചൊരു സ്ത്രീ മകനുമായിട്ട് മാറി നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ വീട്ടിൽ നോക്കാൻ ആളില്ലാത്ത അവസ്ഥ, അനിയത്തി ഉണ്ടായിരുന്ന അവളാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്, എൻ്റെ വൈഫ്. പിന്നെ കൂട്ടുകാരൊക്കെ ഒരുപാട് പല രീതിയിൽ സാമ്പത്തികമായിട്ടും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അന്ന് പലരും സഹായിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു നന്മയുടെ ആ ഒരു എലിമെൻ്റ് കൂടി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എത്രത്തോളം ലോകം നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നമുക്ക് അറിയുന്നതും നമുക്കൊരു പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്കതിന് മറ്റൊരാൾക്ക് ആ ഒരു അവസ്ഥയിലാകുമ്പോൾ നമുക്ക് സഹായിക്കാനുള്ള ഒരു എനർജി കൂടെ തരുന്ന ഒരു സംഭവമായിരുന്നു. അങ്ങനെ പല രീതിയിൽ ആ ഒരു കാലം എന്നെ മാറ്റിയിട്ടുണ്ട്. ഏറ്റവും വലിയ കാര്യം ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. ജീവിതത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ആദ്യമേ, ഇപ്പോഴും ജീവിതത്തോട് സ്നേഹം തന്നെയാണ്. ഇന്നും എൻ്റെ പരീക്ഷണങ്ങൾ, അതിനുശേഷവും എൻ്റെ മുൻ പങ്കാളി ഫഹീം ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്തും ഒരു മരണതുല്യമായൊരു ജീവിതമായിരുന്നു. അതിൽ നിന്നും എനിക്ക് മുന്നോട്ട് വരാൻ സാധിച്ചു. വളരെയധികം ഇൻസെക്യൂരിറ്റീസിനെയൊക്കെ മറികടന്ന് അങ്ങനെ പല പല ഇരുണ്ട കാലങ്ങൾ കടന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അതിജീവിച്ചു എന്നുള്ളത് എനിക്ക് ഒരു അഭിമാനം തരുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾക്കും അതെ. കാരണം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അതിജീവിക്കുക എന്നുള്ളതാണല്ലോ, അതിനുള്ളിൽ തന്നെ തീർന്നു പോവുക എന്നുള്ളതല്ലല്ലോ ആവശ്യം. നമ്മളതിന് പക്ഷെ അവിടെയും നെഗറ്റീവ് പറയുന്ന സമൂഹമുണ്ട്. നമ്മൾ അതിജീവിച്ച് ചിരിച്ചാൽ അതെ അവൾ ചിരിക്കുന്നു എന്നുള്ളത്. അതെ, നമ്മൾ സങ്കടത്തിലിരുന്ന സങ്കടത്തിൽ തന്നെ ആ സമൂഹത്തിന്റെ ഒരു പൊതു കാഴ്ചപ്പാടായിട്ട് എനിക്ക് തോന്നും. പ്രത്യേകിച്ച് സ്ത്രീകള് കരയുന്നവർ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കാണുമ്പോൾ അവർ അയ്യോ പാവം എന്ന് പറഞ്ഞിങ്ങനെ സഹതപിച്ചുകൊണ്ടിരിക്കാനാണ് സമൂഹത്തിന് ഇഷ്ടം.
അവര് ആ ഒരു കറുത്ത അധ്യായം കഴിഞ്ഞ് ചിരിച്ചാൽ ആ ചിരിയുടെ അളവെടുക്കാനുള്ള ആണ് അവര് നോക്കുന്നത്. അല്ലാതെ അവർ ചിരിച്ചല്ലോ, അവൾ ചിരിക്കുന്നു എന്നുള്ളതാണ് അവരെ അത്ഭുതപ്പെടുത്തുന്നത് എന്നുള്ളത്. അതായത് അത് അവരെ അത്ഭുതപ്പെടുത്തുന്നു എന്നല്ല, അവർക്ക് ആകെ ഒരു ഫ്രസ്ട്രേഷൻ പിന്നെ പണ്ടൊന്നും പറയില്ലായിരുന്നു, ഉള്ളിൽ കൂടി മുറുമുറുക്കേ ഉള്ളൂ. ഇപ്പൊ അതല്ല, ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഓപ്പണായിട്ട് എന്തും വിളിച്ചു പറയാനുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇന്ന് പല ആൾക്കാരുടെയും കേസുകളിൽ. പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിനോടുള്ള ആളുകളുടെ ഒരു പ്രതികരണം അത് മിക്സഡ് ആയിട്ടുള്ളതായിരുന്നു. പക്ഷെ എൻ്റെ ഒരു അതും അവിടെയും എൻ്റെ ഒരു ഭാഗ്യം എന്ന് ഞാൻ പറയും. ഒരുപാട് പേർ അതിനെ പോസിറ്റീവായിട്ട് തീർച്ചയായിട്ടും പ്രാർത്ഥനകളും അത് അവരുടെ ഇഷ്ടം കൊണ്ടാണ്, എന്നോടുള്ള ഒരു ഇഷ്ടവും കൺസേണും കൊണ്ടാണ് ഞാനൊരു പുതിയ ജീവിതത്തിലേക്ക് പോയപ്പോൾ അതിലേറെ സന്തോഷം ഒരുപാടുണ്ട്. അതേ സമയത്ത് തന്നെ അതിനെ പുറമേ കല്ലെങ്കിലും ഉള്ളിൽ കൂടിയെങ്കിലും വിമർശിച്ചവരും ഉണ്ട്. എന്താണ് ഇത്ര പെട്ടെന്ന് ഒരു പുതിയ ജീവിതം എന്നല്ലേ? പക്ഷെ അതിന്റെ ഉത്തരം വളരെ ശരിയായിരുന്നു കേട്ടോ. ഞാൻ മരിക്കാതിരിക്കാൻ എന്നാണ് സിത്താര മറുപടി കൊടുത്തത്. അവനവന്റെ കുടുംബത്തിന്റെയും പാർട്ട്ണറിന്റെയും സംരക്ഷണയിൽ ഇരുന്നു കൊണ്ട് വേറൊരാള് ചിതറിപ്പോകുന്നത് കണ്ട് അവര് സഹതപിക്കും. പക്ഷെ ആ ചിതറിപ്പോയ ആള് തിരിച്ചു വരുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ല. പക്ഷെ അവര് നിൽക്കുന്ന പൊസിഷൻ ആലോചിക്കുന്നില്ല അല്ലെ? അവര് വളരെ സേഫായിട്ട് ഒരിടത്ത് നിന്നുകൊണ്ടാണ് അവര് ഈ തരത്തിലുള്ള. പക്ഷെ എനിക്ക് പേഴ്സണലി അത്തരത്തിലുള്ള വളരെ ചുരുക്ക അനുഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട് അത്തരത്തിലുള്ള. അത് മതി. പക്ഷെ ഒരു നെഞ്ചെന്തിനാ നന്നാഴി എന്ന് പറയുന്നത്. പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാത്തൊരു വ്യക്തിയായത് അതിനെയും അതിജീവിച്ചു എന്നുള്ളത് അതിനും എനിക്ക് അഭിമാനമുണ്ട്. അതിജീവിച്ചു, ഞാൻ അതിജീവിതയാണ് എന്നുള്ളതിൽ ഏറ്റവും അഭിമാനിക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്കും അതെ. സിത്താരയെ വായിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ വായനക്കാർക്കും അതൊരു വലിയ സന്തോഷമുള്ള കാഴ്ച തന്നെയാണ്. കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു പുതിയ കഥാസമാഹാരം വന്നല്ലോ അല്ലെ, അമ്ളം. അതും ഏറെ ആളുകൾ വായിച്ച ഒരു പുസ്തകം കൂടിയായിരുന്നു. ഒരുപാട് സന്തോഷം നൽകിയിട്ടുള്ള ഒരു പുസ്തകമാണ്. കാരണം ഞാൻ 10 വർഷത്തോളം എൻ്റെ ഒരു പുസ്തകം പോലും, പുസ്തകം എന്ന് വെച്ചാൽ റീപ്രിൻറ്റുകളൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു, അല്ലാതെ ഒരു കഥാസമാഹാരം എന്നുള്ള നിലയിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം, അതിൻ്റെ ഇടയിൽ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസർ കാലം, പിന്നെ ആദ്യ പങ്കാളിയുടെ ഒരു വിയോഗ സമയം, അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളുടെ ഒക്കെ ഒരു കാലമായിരുന്നു. ഒരു ഇരുണ്ട കാലഘട്ടം എന്ന് പറയാം. അപ്പം അതിൻ്റെ വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. ഞാൻ പല സമയങ്ങളിലും വർഷങ്ങളോളം എഴുതാതിരുന്നിട്ടുണ്ട്. പിന്നീട് എഴുതിയ കുറേ കഥകൾ വേറൊരു രീതിയിലുള്ള കഥകളായിരുന്നു എനിക്ക് തോന്നാറുണ്ട്. ആ ഒരു അത്തരത്തിലുള്ള കഥകളൊക്കെ ചേർത്തിട്ടാണ് കുറച്ചും കൂടി ഇമോഷണലായിട്ട്, കുറച്ചും കൂടി സ്ത്രീപക്ഷം മാത്രമല്ല ഒരു മനുഷ്യ ആ ഒരു രീതിയിൽ കൂടെ എഴുതിയ ചില കഥകൾ, ഒരുപാട് ഇമോഷണൽ എന്ന് പറയില്ല, കുറച്ച് വൈകാരിക തലങ്ങൾ കൂടുതലുള്ള ചില കഥകൾ ആണ് ഈ 10 വർഷത്തിൻ്റെ അടുത്ത കാലത്ത് എഴുതിയ കുറച്ച് കഥകൾ. അങ്ങനെയുള്ള കുറച്ച് കഥകൾ ചേർത്തിട്ടാണ് അമ്ളം എന്നുള്ള കഥ സമാഹാരം ഇറക്കിയത്. അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല റെസ്പോൺസാണ് കിട്ടിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ കാലമായിട്ട് വായനക്കാരുമായിട്ടുള്ളൊരു ബന്ധം വിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഈ ഒരു സമാഹാരം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേർ എനിക്ക് മെസ്സേജ് അയക്കുകയും, എന്നെ അല്ലാത്ത രീതിയിൽ അറിയാത്ത ആൾക്കാരൊക്കെയാണ് സമാഹാരം വായിച്ചിട്ട് ഏറെ ഇമോഷനായിട്ട് അതിലുള്ള ഒരു സന്തോഷം അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് എഴുത്തുകാരി എന്നുള്ള രീതിയിൽ ഏറെ എനർജി നൽകിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അമ്ളം എന്നുള്ള ഒരു പുസ്തകം എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്.